നമസ്കാരം. ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കലാഭവൻ മണിയുടെ മരണം അന്വേഷിക്കുന്ന സംഘം വിപുലീകരിച്ചു. SP ഉണ്ണിരാജ തലവൻ. കലാഭവൻ മണിയുടെ മരണത്തിന് കാരണമായ കീടനാശിനിയുടെ ഉറവിടം തേടി പോലീസ്. കീടനാശിനി ശരീരത്തിലെത്തിയത് ചാരായം വഴി ആയിരിക്കാമെന്ന് നിഗമനം. ഔട്ട് ഹൌസിന് സമീപത്തു നിന്ന് കണ്ടെത്തിയ കുപ്പി രാസപരിശോധനയ്ക്ക് അയച്ചു. LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകും. ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ തുടരും. 7 സീറ്റെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ജനതാദൾ S. മത്സരിക്കാനില്ലെന്ന് R. ബാലകൃഷ്ണപിള്ള. റഷ്യയിൽ യാത്രാവിമാനം തകർന്നു വീണ് മരിച്ചവരിൽ 2 മലയാളികളും. പെരുമ്പാവൂർ സ്വദേശികളായ ശ്യാം മോഹനും ഭാര്യ അഞ്ജുവും മരിച്ചതായി കുടുംബാംഗങ്ങൾക്ക് വിവരം ലഭിച്ചു. വിമാനത്തിലുണ്ടായിരുന്ന 62 പേരും അപകടത്തിൽ മരിച്ചു. ഭൂമി കേരളം പദ്ധതിയുടെ മറവിൽ കായലോരം വൻകിട ഹോട്ടലിന് കൈമാറി. ക്രമക്കേട് ചൂണ്ടിക്കാട്ടിയ കളക്ടർക്കും സബ് കളക്ടർക്കും റവന്യൂ മന്ത്രിയുടെ ഭീഷണി. സർക്കാരിന് നഷ്ടമായത് കോടികൾ വിലമതിക്കുന്ന ഭൂമി. സംഭവത്തിൽ അഴിമതിയുണ്ടെന്ന് VS. T20 ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം മഴ മൂലം വൈകുന്നു. കലാഭവൻ മണിയുടെ ശരീരത്തിൽ കീടനാശിനിയുടെ സാന്നിധ്യം സംബന്ധിച്ച പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വിശ്രമകേന്ദ്രമായ പാഡിയിൽ മദ്യസൽക്കാരങ്ങൾക്ക് സ്ഥിരമായി ചാരായം കൊണ്ടുവരാറുണ്ടെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. പോലീസ് കസ്റ്റഡിയിലുള്ള മണിയുടെ സഹായികൾ ഉൾപ്പെടെയുള്ളവരെ ഇന്നും ചോദ്യം ചെയ്തു. നേരത്തെ മൊഴി രേഖപ്പെടുത്തിയവരെ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യും. കലാഭവൻ മണിയുടെ വിശ്രമകേന്ദ്രമായ പാടിയിലെത്തിച്ച മദ്യത്തെ ചുറ്റിപ്പറ്റിയാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. മദ്യസൽക്കാരങ്ങളിൽ ഇവിടെ സ്ഥിരമായി ചാരായം എത്താറുണ്ടെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. മണിയുടെ സുഹൃത്ത് ജോമോനാണ് മദ്യമെത്തിച്ചതെന്ന വിലയിരുത്തലിലാണ് പോലീസ്. എന്നാൽ പാടിയിലേക്ക് മദ്യം കൊണ്ടുപോയത് മണിയുടെ സഹായി അരുണിന് വേണ്ടിയാണെന്നും മണി ചാരായം കുടിക്കില്ലെന്നും ജോമോൻ പറഞ്ഞു. ഈ പറഞ്ഞ വിനും മുരുകനും കഴിച്ചു. അതിനുശേഷം ഉണ്ടായിരുന്നു ഞാൻ എന്റെ ബൈക്കിൽ വെച്ചിട്ടാണ് ഞാനത് കൊണ്ടുപോയത്. ആ കൊണ്ടുപോയിട്ട് എന്റെ വീട്ടിലായിരുന്നു ഇരുന്നത്. പിറ്റേ ദിവസം കാലത്ത് അരുൺ എന്റെ വീട്ടിൽ വന്നേ. എന്റെ അവിടെ വന്ന് പിന്നിൽ പുഴയുടെ അവിടെ വെച്ച്, എന്റെ വീടിന്റെ ബാക്ക് സൈഡ് പുഴയാണ്. ആ പുഴയുടെ അവിടെ വെച്ചാണ് കഴിച്ചത്. അവിടെ നിന്ന് കുപ്പി കളഞ്ഞു. പിന്നെ എങ്ങനെ ഞാൻ കൊണ്ടുവന്ന മദ്യം കൊടുക്കാൻ പറ്റും? പോലീസ് കസ്റ്റഡിയിലുള്ള മണിയുടെ സഹായികൾ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യൽ ഇന്നും തുടർന്നു. ചാരായം വാറ്റിയെടുത്ത വരാന്തരപ്പള്ളി സ്വദേശി ജോയിയും പോലീസ് കസ്റ്റഡിയിലുണ്ട്. ജോയിയുടെ വീട്ടിൽ എക്സൈസ് സംഘം പരിശോധന നടത്തി. മണിയുടെ ശരീരത്തിൽ കീടനാശിനിയുടെ സാന്നിധ്യം എങ്ങനെയുണ്ടായെന്ന് സംബന്ധിച്ച സ്ഥിരീകരണമായിട്ടില്ല. ഇതിനായി 3 സാധ്യതകളാണ് പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്. മണി കീടനാശിനി അടങ്ങിയ മദ്യം കഴിച്ചിട്ടുണ്ടാകും. ഗുരുതരമായ കരൾ രോഗമുള്ളതിനാൽ അത് മരണത്തിന് കാരണമായേക്കാം. അല്ലെങ്കിൽ 4-ാം തീയതി മദ്യസൽക്കാരത്തിൽ പങ്കെടുത്തവരിൽ ആരെങ്കിലും മണിക്ക് കീടനാശിനി കലർന്ന മദ്യം നൽകിയിരിക്കാം. അങ്ങനെയെങ്കിൽ അത് കൊലപാതകമെന്ന നിലയിലേക്ക് അന്വേഷണത്തിന്റെ ഗതി മാറ്റും. മണി സ്വയം കീടനാശിനി കഴിച്ചിട്ടുണ്ടാകാമെന്നതാണ് മറ്റൊരു സാധ്യത. മണി ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് ബന്ധുക്കൾ പറയുമ്പോഴും പോലീസ് ആ തരത്തിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കീടനാശിനിയായ ക്ലോറോപൈറിഫോസിന്റെ അളവ് ശരീരത്തിൽ എത്രത്തോളം ഉണ്ടായിരുന്നുവെന്നറിയാൻ അമൃത ആശുപത്രിയിലെ മണിയുടെ രക്തമൂത്ര സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്കേക്കാൻ അന്വേഷണ സംഘം നീക്കം നടത്തുന്നുണ്ട്. ചാലക്കുടിയിൽ നിന്നും നിഖിൽ പ്രമേഷിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ. മണിയുടെ ഔട്ട് ഹൌസായ പാഡിയിൽ അന്വേഷണ സംഘം മണിക്കൂറുകളോളം പരിശോധന നടത്തി. പാഡിയിൽ വ്യാജ ചാരായം എത്തിച്ചിരുന്നുവെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. പരിശോധനയിൽ രാസപദാർത്ഥം അടങ്ങിയതുൾപ്പെടെ 10ഓളം കുപ്പികൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടെത്തിയ കുപ്പികൾ രാസപരിശോധനയ്ക്കായി അയച്ചു. രാസപരിശോധനാ ഫലം പുറത്തുവന്നതിൽ മണിയുടെ ശരീരത്തിൽ കീടനാശിനിയുടെ അംശം ഉണ്ടായിരുന്നെന്ന അസ്വാഭാവിക സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം മണി അവസാനമായി ചിലവിട്ടിരുന്ന പാടിയിൽ പഴുതടച്ച പരിശോധന നടത്തിയത്. പാടിയിൽ സുഹൃത്ത് സൽക്കാരങ്ങൾക്കായി വ്യാജ ചാരായം ഉപയോഗിച്ചിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി. മണിയുടെ സുഹൃത്ത് ജോയിയാണ് വ്യാജ ചാരായം നിർമ്മിച്ചു നൽകിയതെന്നാണ് സൂചന. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വ്യാജ ചാരായമടങ്ങിയ കന്നാസുകൾ പാടിയിലെത്തിച്ചത് സുഹൃത്ത് ജോമോനാണെന്നും പോലീസ് കണ്ടെത്തി. അതേസമയം അന്വേഷണ സംഘം പാടിയിൽ നടത്തിയ പരിശോധനയിൽ 10ഓളം കുപ്പികൾ കണ്ടെടുത്തു. സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കീടനാശിനി അടങ്ങിയ ഒരു കുപ്പിയും കണ്ടെടുത്തു. കണ്ടെടുത്ത കുപ്പികൾ രാസപരിശോധനയ്ക്ക് അയച്ചെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും DYSP സുദർശനൻ പറഞ്ഞു. കീടനാശിനികളുടെ സ്വഭാവമുള്ള എന്തെങ്കിലും കുപ്പികൾ മണിയുടെ സുഹൃത്ത് ജോയിയാണ് വ്യാജ ചാരായം നിർമ്മിച്ചു നൽകിയതെന്നാണ് സൂചന. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വ്യാജ ചാരായമടങ്ങിയ കന്നാസുകൾ പാടിയിലെത്തിച്ചത് സുഹൃത്ത് ജോമോനാണെന്നും പോലീസ് കണ്ടെത്തി. അതേസമയം മണിക്ക് പ്രകടമായ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും അബോധാവസ്ഥയിലാകുന്ന അന്നുപോലും മണി ആരോഗ്യവാനായിരുന്നുവെന്നും പാടിയിലെ ജീവനക്കാരൻ മണികണ്ഠൻ റിപ്പോർട്ടറോട് പറഞ്ഞു. മണി அப்படின்னு പറഞ്ഞിട്ട് നല്ല ഉഷാറായിട്ട് தான் ഉണ്ടത്. വേറെ ഒന്നും കുഴപ്പമില്ല. അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. മണി ആശുപത്രിയിലായ ദിവസം ചില സുഹൃത്തുക്കളെത്തി പാടിയിൽ നിന്ന് ചില വസ്തുക്കൾ ചാക്കിലാക്കി പുറത്തേക്ക് കടത്തിയിരുന്നു. അടുത്ത ദിവസം ഇതേ സംഘം എത്തി പാടി വൃത്തിയാക്കുകയും ചെയ്തു. ഈ സംഘത്തിൽ ഡ്രൈവർ പീറ്ററും ഉണ്ടായിരുന്നു. ചെയ്ത് മുരുകൻ
കടുക്കൻ അപ്പുറം പള്ളി പോയിട്ട് ഒരു ചേട്ടനുണ്ട് ആൾക്കപ്പുറം പീറ്റർ. മണിയുടെ അടുത്ത സുഹൃത്തുക്കളായ രണ്ടുപേരെ അന്വേഷണ സംഘം രഹസ്യകേന്ദ്രത്തിൽ വെച്ച ചോദ്യം ചെയ്തു വരുന്നതായും സൂചനയുണ്ട്. കലാഭവൻ മണി തന്റെ അവസാന നിമിഷങ്ങൾ ചെലവിട്ട പാടിയിൽ നിന്ന് തന്നെ മണിയുടെ മരണത്തിന്റെ യഥാർത്ഥ കാരണം പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. തൃശൂരിൽ നിന്ന് സുർജിത് അയ്യപ്പത്തിനൊപ്പം നിഖിൽ പ്രമേഷ്, റിപ്പോർട്ടർ. മണിയുടെ സഹോദരൻ ആർ.എൽ. വി രാമകൃഷ്ണൻ, വി.എസ്. സുനിൽകുമാർ MLA, ചലച്ചിത്ര സംവിധായകൻ വിനയൻ, മുൻ SP ശ്രീ സുഭാഷ് ബാബു, ഒപ്പം മണിയുടെ ഒപ്പം തലേന്ന് ഉണ്ടായിരുന്ന ചില ആളുകളെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യം ശ്രീ സുഭാഷ് ബാബു, കൊലപാതകം അല്ലെങ്കിൽ ആത്മഹത്യ ഈ ആംഗിൾ മാത്രമേ ഉള്ളൂ ഈ കേസിന്? ഇവിടെ നിശ്ചയമായും കീടനാശിനിയുടെ അംശം വിസറ പരിശോധനയിൽ കണ്ടെത്തി. പക്ഷേ അത് ഈ വാറ്റുചാരായം കഴിച്ചത് മൂലവും ആകാമല്ലോ. നമ്മുടെ നാട്ടിൽ വാറ്റുന്ന ചാരായത്തിൽ പഴുതാര, തേൾ, ഫ്യൂറഡാൻ, ബാറ്ററിയുടെ കരി തുടങ്ങിയുള്ള വിഷവസ്തുക്കൾ ചേർക്കാറുണ്ട് വീര്യത്തിന്. ഇവിടെ ഈ ക്ലോർഫെറിഫോസ് എന്ന കീടനാശിനി അങ്ങനെ ചേർത്ത ചാരായം കുടിച്ചത് മൂലമുള്ള ഒരു അപായം, ഒരു അപകടം കൂടി ആകാമല്ലോ ഇത്. തീർച്ചയായിട്ടും സംഭവിക്കാം. പക്ഷേ ഈ ക്ലോർപെറിഫോസ് എന്ന് പറയുന്ന സാധനമൊന്നും സാധാരണ ചാരായത്തിൽ കടത്തുന്ന സാധനങ്ങളല്ല. അതെ, ഒരൊറ്റ നിമിഷം ശ്രീ സുഭാഷ് ബാബു. ശ്രീ സാബു ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സാബു, അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലതരത്തിലുള്ള തിയറികൾ വരുന്നുണ്ട്. താങ്കളെ സംബന്ധിച്ചും താങ്കളുടെ സുഹൃത്തുക്കളെ സംബന്ധിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ വിമർശനങ്ങളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കേസിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന സാഹചര്യമോ നേരിടേണ്ടി വന്നിരുന്നു. ഇപ്പോഴത്തെ നില എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഞാനും TV കാണുന്ന പരിപാടി നിർത്തി. കാര്യം വെറുതെ പ്രഷർ കൂട്ടാമെന്നല്ലാതെ വേറെ കാര്യമൊന്നും അതിൽ നിന്ന് എനിക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പുരോഗതികളൊന്നും ഞാൻ നേരിട്ട് TV കണ്ടില്ല. എനിക്ക് വേറെ ആരും ഫീഡ്ബാക്കും തന്നിട്ടില്ല. എന്തായാലും ഇപ്പോ വേറൊരു സുഹൃത്തിനെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഇല്ല ഇപ്പൊ വേറെ ആരെയൊക്കെ പിടിച്ചിട്ടുണ്ട്, കഥ മൊത്തത്തിൽ മാറി എന്നാണ്. ഇന്നലെ വരെ ഞാനായിരുന്നു മുഖ്യപ്രതി എന്നുള്ള രീതിയിലാണ് എല്ലാ മാധ്യമങ്ങളും എന്നെ വിചാരണ ചെയ്തുകൊണ്ടിരുന്നത്. അതിലെനിക്കിപ്പോൾ വളരെ ആശ്വാസം തോന്നുന്നുണ്ട്. ഇവിടെ ശ്രീ സാബു, കലാഭവൻ മണിയുടെ ഒപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സഹായികളായി കൂടിയിരുന്ന ചില ആളുകളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. പക്ഷേ ചോദ്യം ചെയ്യലിൽ കൊലപാതകമാണ് എന്ന തരത്തിലുള്ള ഏതെങ്കിലും സൂചന ലഭിച്ചിട്ടില്ല. അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ സഹായികൾ അദ്ദേഹം കടുത്ത വിഷാദത്തിന് അടിമയായിരുന്നു എന്ന് പുറത്തു പറയുന്നും ഉണ്ട്. താങ്കളെ സംബന്ധിച്ച് എന്തായാലും താങ്കൾ തലേന്ന് ആ പാടി എന്ന റെസ്റ്റ് ഹൗസിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ചില ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നു. ഇക്കാര്യത്തിലെ താങ്കളുടെ അറിവ് താങ്കൾ പക്ഷേ പൂർണ്ണമായും ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞോ? എനിക്ക് ആക്ച്വലി അവിടെ ഉള്ള ആളുകൾ ഒന്നും അറിഞ്ഞൂടാ നികേഷ്. അതാണ് എന്റെ ഈ പ്രശ്നം. എനിക്ക് അധികം കാര്യങ്ങൾ പറയാൻ അറിഞ്ഞൂടാ. കാരണം എനിക്ക് കണ്ട് ബോധ്യപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. അത് വളരെ കുറച്ചേ ഉള്ളൂ. അത് ഞാൻ വളരെ വ്യക്തമായി അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ മൊഴി കൊടുത്തു. ആ മൊഴിയിൽ എന്തെങ്കിലും വൈരുദ്ധ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ അവർ സ്റ്റേഷനിൽ നിന്ന് വിടില്ല. ഉറപ്പായിട്ടും എന്നെ അവർ കസ്റ്റഡിയിലെടുത്ത് കൊണ്ട് റിമാൻഡ് ചെയ്യുകയോ കസ്റ്റഡിയിൽ വാങ്ങിക്കുകയൊക്കെ ചെയ്തേനെ. അവിടെ ശ്രീ സാബു, താങ്കൾ പോലീസിന് കൊടുത്ത മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. കാരണം ആ മൊഴി ഒരു പൊതുരേഖയായി വന്നിട്ടില്ലല്ലോ. പക്ഷെ താങ്കൾ പക്ഷേ മാധ്യമങ്ങൾക്ക് മുൻപിൽ മിനിയാന്ന് മുതൽ നടത്തിയ പ്രതികരണങ്ങൾ മറ്റു ചില കേന്ദ്രങ്ങളാൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന്, താങ്കൾ മദ്യപിച്ചിട്ടേ ഇല്ല എന്ന് താങ്കൾ ടെലിവിഷൻ ചാനലിൽ പറയുന്നു. അങ്ങനെയല്ല, താങ്കൾ മദ്യപിക്കുന്നത് കണ്ടു എന്ന് കലാഭവൻ മണിയുടെ മാനേജർ ജോബി, താങ്കളെ കൊണ്ടുവിട്ട ഡ്രൈവർ പീറ്റർ, ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, താങ്കൾ ഇതിൽ പൂർണ്ണമായും നിഷ്കളങ്കനായിരിക്കാം. പക്ഷെ താങ്കൾ എന്തിന് കള്ളം പറഞ്ഞു എന്ന പ്രശ്നം അവിടെ വരുന്നു. അല്ല, കള്ളം പറയുന്നല്ല. അത് ആക്ച്വലി എന്റെ മാതാപിതാക്കളൊക്കെ ടെലിവിഷൻ ന്യൂസ് ഒക്കെ കാണുന്ന ആളുകളാണ്. അപ്പൊ അവര് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചാനലിൽ ഇരുന്നുകൊണ്ട് ചില വ്യക്തിപരമായ കാര്യങ്ങൾ തുറന്നു പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു ധർമ്മസങ്കടം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ എനിക്ക് വളരെ ഷെയിംഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും, എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ ഞാൻ അത്രയും പോയിന്റ് വരുമ്പോൾ ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴും എന്നോട് ചോദിച്ചു, താങ്കൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. ഞാൻ റിപ്പോർട്ടറോട് പറഞ്ഞു, അതെന്റെ വ്യക്തിപരമായ ഒരു കാര്യമല്ലേ, അത് നമ്മൾ സംസാരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അത്രയും, അതാണ് എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത്. പക്ഷേ ശ്രീ സാബു, ഒന്ന് ആലോചിച്ച് നോക്കൂ, മദ്യപിക്കുക എന്നുള്ളതിനേക്കാൾ വലിയ ഗുരുതരമായ കാര്യങ്ങളിലേക്ക് താങ്കൾ വലിച്ചിഴക്കപ്പെട്ടു. അതായത് താങ്കൾ ഒരു വില്ലൻ കഥാപാത്രമായി കലാഭവൻ മണിയെ കൊന്നു എന്നുള്ള തരത്തിലുള്ള ആരോപണം നേരിടേണ്ടി വന്നു താങ്കൾക്ക്. അതിന് ഇടയാക്കിയത് താങ്കൾ പറഞ്ഞിട്ടുള്ള ഈ വൈരുദ്ധ്യമുള്ള കാര്യമാണ്. അത് എന്റെ മാതാപിതാക്കളുടെ മുന്നിൽ അവർക്ക് വേണ്ടിയാണെന്ന് ഞാൻ കരുതുന്നത്.
അങ്ങനെ ഒരു കള്ളം ശരി പെയിൻ ഞാൻ എടുക്കുന്നു. അതുപോലെ ഞാൻ ഇന്നലെ ഒരു ചാനൽ പറഞ്ഞു, ഇപ്പൊ റിപ്പോർട്ടർമാർ ഈ ടെലിവിഷൻ ചാനലുകൾക്ക് ഒരു വാശിയാണോ എന്നെ കൊണ്ടിത് പറയിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ അതെ ഞാൻ മദ്യപിച്ചിട്ടുണ്ട് എന്നങ്ങ് കരുതിക്കോ എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. അല്ല, കരുതിക്കോ എന്നല്ല ശ്രീ സാബു, താങ്കൾ ഞാൻ സമ്മതിച്ചു ഞാൻ മദ്യപിച്ചിരുന്നു. താങ്കൾ മദ്യപിച്ചിരുന്നില്ല എന്ന് പറഞ്ഞതാണ്. താങ്കൾ മദ്യപിച്ചിരുന്നില്ല എന്ന് താങ്കൾ പറഞ്ഞു എന്ന് മാത്രമല്ല, താങ്കളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ജാഫർ അദ്ദേഹം ആവർത്തിച്ച് താങ്കൾ സാബു മദ്യപിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, സാബു ഡ്രൈവറെ ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിന് തനിച്ചു പോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്, അല്ലാതെ മദ്യപിച്ചത് കൊണ്ടല്ല എന്ന് ആവർത്തിച്ച് ഞങ്ങളെയൊക്കെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ കള്ളങ്ങളാണ് ഇപ്പോൾ നിങ്ങളെ ഈ ബുദ്ധിമുട്ടിൽ നിർത്തുന്നത്. അതെ 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 ചില കാര്യങ്ങൾ നമ്മുടെ വ്യക്തിപരമായ കാര്യം കൊണ്ട് നമുക്ക് പറയാനൊരു വിഷമം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എല്ലാ സംശയത്തിന്റെ മുനകളും നമുക്ക് നേരെ തിരിഞ്ഞു. പക്ഷേ അന്വേഷണം ശരിയായ വഴിക്കാണ് എന്നുള്ളതാണ് ഇപ്പൊ കാണുന്നത്. അത് അങ്ങനെ തന്നെ നീങ്ങട്ടെ. ഇതിൽ ശ്രീ സാബു, താങ്കൾ പോലീസിന് കൊടുത്ത മൊഴി മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുന്നത് പോകട്ടെ, മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞത് ഇപ്പോൾ താങ്കൾക്ക് തിരുത്തി പറയേണ്ടി വന്നു. പക്ഷേ പോലീസിന് കൊടുത്ത മൊഴി പൂർണ്ണമായും താങ്കളുടെ ഈ മറ്റ് ഭയാശങ്കകളൊക്കെ മാറ്റിവെച്ച് താങ്കൾക്ക് നേരിട്ടറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള സത്യമാണോ? യെസ് കാരണം അതുകൊണ്ടാണ് ഞാൻ ഇത്ര കോൺഫിഡൻസോടെ ഇരുന്ന് സംസാരിക്കുന്നത്. മാധ്യമങ്ങളുടെ മുമ്പിൽ മൊഴിയിൽ വിരുദ്ധത എന്നൊക്കെ പറയുമ്പോൾ ഈ മാധ്യമങ്ങൾ പറയുന്നതല്ലാതെ എനിക്ക് അതിനകത്ത് ഞാൻ കൊടുത്തിട്ടുള്ള മൊഴിയിൽ അവർക്ക് ഒരു കോൺട്രഡിക്ഷനും തോന്നിയിട്ടില്ല. ഞാൻ വളരെ സത്യസന്ധമായി ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പിന്നീട് മൊഴി നിങ്ങൾക്ക് പബ്ലിക് ഡോക്യുമെന്റ് ആയി കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് എടുത്തു വെച്ച് നോക്കാം. അന്ന് എന്റെ മാനസികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും. ശരി, അത് താങ്കൾ ആ ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ മാധ്യമങ്ങളിൽ പറഞ്ഞ കള്ളമാണ് എന്ന് താങ്കൾ ഇപ്പോൾ സമ്മതിക്കുന്നുണ്ടല്ലോ. താങ്കൾ മുൻപ് ഒരു കള്ളം പറഞ്ഞു ടെലിവിഷൻ ചർച്ചയിൽ. താങ്കൾക്ക് ഇപ്പോൾ സത്യം പറയാമല്ലോ. മാർച്ച് 4 വൈകിട്ട് സാബു ഒപ്പം ജാഫർ പിന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചില ആളുകളുമായി പാഡിയിൽ എത്തുന്നു. അതിനുശേഷം സംഭവിച്ചത് എന്താണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം പറഞ്ഞ വേർഷനല്ല, ഇപ്പോഴത്തെ യഥാർത്ഥ വേർഷനായി എന്താണ് പറയാനുള്ളത്? ഇല്ല, ആ പറഞ്ഞതിനകത്ത് ഞാൻ മദ്യപിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോ ഞാൻ അതിനകത്ത് പ്രത്യേകിച്ച് കമന്റ് പറഞ്ഞില്ല. അപ്പുറത്തിരുന്നുകൊണ്ട് രാമകൃഷ്ണൻ അബോധാവസ്ഥയിലാണ് വന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ അബോധാവസ്ഥയിലല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്റെ ഓർമ്മയിൽ ഞാൻ അവിടെ മദ്യപിച്ചിരുന്നില്ല എന്ന് വളരെ ഫേമായിട്ട് ഡിഫെൻസീവായിട്ട് ഞാൻ പറഞ്ഞതായിട്ട് എന്റെ ഓർമ്മയിലില്ല. അല്ല, താങ്കൾ മദ്യപിച്ചില്ല എന്ന് താങ്കളും ഒപ്പം താങ്കളുടെ ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് താങ്കളെക്കാൾ വാശിയിൽ താങ്കൾ മദ്യം ഇന്നേ വരെ തൊട്ടിട്ടില്ലാത്ത ആളാണെന്ന മട്ടിലാണ് സംസാരിച്ചത്. അങ്ങനെ പറഞ്ഞു എന്നല്ല, ആ മട്ടിലാണ് സംസാരിച്ചത്. സാബു, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അന്ന് നിങ്ങളാണ് കലാഭവൻ മണിക്ക് ബിയർ കൊണ്ടുപോയത് എന്ന ഒരു ആരോപണം കൂടിയുണ്ട്. അതായത് നിങ്ങൾ നേരിട്ടല്ല, നിങ്ങൾ രണ്ടുപേരും വന്ന വാഹനത്തിൽ ഒപ്പം നിങ്ങളുടെ സഹായികളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ മറ്റു ചില ആളുകൾ ഉണ്ടായിരുന്നല്ലോ, അവർ കൊണ്ടുവന്ന ബിയർ എന്നൊരു ആരോപണമുണ്ട്. ആ പോയിന്റ് ക്ലിയർ ചെയ്ത് പോകും. എന്റെ വാഹനത്തിലോ ഞാനോ അല്ല ബിയർ കൊണ്ടുവന്നത്. അല്ല, നിങ്ങൾ തനിച്ചല്ലല്ലോ. അതായത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു ചില കോഴിക്കോട്ടെ ഒരു കച്ചവടക്കാരൻ, പിന്നെ മറ്റു ചില വാഹന കച്ചവടക്കാർ, ഇങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നല്ലോ. ആരോ ആകട്ടെ, താങ്കൾക്ക് അത് വ്യക്തത വരുത്തി കൃത്യമായി പറയാം. ആര് ബിയർ കൊണ്ടുവന്നു, എത്ര ബിയർ കൊണ്ടുവന്നു, അത് കലാഭവൻ മണി കഴിച്ചോ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയാം. സത്യം പറഞ്ഞാൽ എനിക്ക് ആരാ അത് കൊണ്ടുവന്നത് എന്നുള്ളത് ഓർമ്മയില്ലായിരുന്നു. പക്ഷെ ഞാൻ അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ആ ശരിയാണ്, വിനു കൊണ്ടുവന്നു, വിനു അവിടെ സിദ്ധാർത്ഥയിൽ നിന്ന് വാങ്ങിച്ചു എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയിൽ വന്നു. വിനു എന്ന് പറയുന്നത് ബിനു എന്നാണ്, ജാഫർ ഇക്കയുടെ സുഹൃത്താണ്, പ്രൊഡക്ഷൻ കൺട്രോളർ ആണ് എന്ന് പറഞ്ഞാണ് എന്നെ പരിചയപ്പെടുന്നത്. അതെ, അദ്ദേഹം കോഴിക്കോടുകാരൻ. അതെ 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 കോഴിക്കോടുകാരൻ ബിനു അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ബിയർ കൊണ്ടുവന്നു. വാഹനത്തിൽ നിന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടുത്തെ ബാറിൽ നിന്ന് വാങ്ങിച്ചു. ആ ബിയറുമായാണ് നിങ്ങൾ പാഡിയിലെത്തിയത്. അതെ, പാഡിയിലെത്തിയതിനു ശേഷം കലാഭവൻ മണിയും നിങ്ങളും തമ്മിൽ സംസാരിച്ചു. ബിയർ പൊട്ടിക്കുന്നു. അതിൽ കലാഭവൻ മണി എത്ര ബിയർ കഴിച്ചു? മണിച്ചേട്ടൻ മദ്യപിക്കുന്നതായി ഞാൻ കണ്ടില്ല, എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അതെ, ഇതിൽ ജാഫർ പറയുന്നത്, താങ്കളുടെ ഒപ്പം ഉണ്ടായിരുന്ന ജാഫർ പറയുന്നത്, നിങ്ങൾ അവിടെ ചെന്നപ്പോൾ കലാഭവൻ മണി അവിടെ ഉണ്ടായിരുന്നു. കലാഭവൻ മണിയുടെ അടുത്ത് 2 ബിയർ ബോട്ടിൽ ഉണ്ടായിരുന്നു. അതിൽ ഒരു ബിയർ ബോട്ടിലിൽ നിന്ന് അല്പം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. താങ്കൾ ഇപ്പോൾ പറഞ്ഞ കാര്യവും ഇതും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പൊരുത്തപ്പെടുന്നില്ലായിരിക്കും. കാര്യം ഞാൻ കണ്ടില്ല, എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ജാഫറിന്റെ ശ്രദ്ധയിൽപ്പെട്ടുകയാണോ അത് ജാഫർ പറഞ്ഞു. അല്ല, ജാഫർ ഈ ബിയർ കൊണ്ടുപോയ കഥയല്ല പറഞ്ഞത്. ഞാനിപ്പോൾ പറഞ്ഞ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളാണ് ബിയർ കൊണ്ടുവന്നത് എന്ന
കാര്യം താങ്കൾ സ്ഥിരീകരിച്ചു. നിങ്ങളും ഒപ്പം ഉണ്ടായിരുന്ന ആളുകളുമാണ് ബിയർ അങ്ങോട്ട് കൊണ്ടുപോയത് എന്ന് പറഞ്ഞു. പക്ഷേ ജാഫർ അത് പറയുന്നില്ല എന്ന് മാത്രമല്ല, ജാഫർ പറയുന്നു നിങ്ങൾ അവിടെ ചെന്നപ്പോൾ അവിടെ 2 ബിയർ ബോട്ടിൽ ഉണ്ടായിരുന്നു, അതിൽ ഒരു ബിയർ ബോട്ടിലിൽ നിന്ന് അല്പം കുടിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. നികേഷ്, ഇതിനെ അങ്ങനെ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കല്ലേ. കാര്യം ഈ ജാഫർ ഇടുക്കിയുടെ നിർബന്ധത്തിലാണ് ഞാൻ അവിടെ ചെന്നത്. അപ്പൊ പുള്ളി അത് വേറൊരു ഇന്റർവ്യൂവിലും പറഞ്ഞു. ഞാൻ പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ട് അപ്പൊ എന്നെ ഒന്ന് സഹായിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാനൊരു സുഹൃത്താണല്ലോ, അപ്പം അതിനു വേണ്ടി പറയുന്നതായിരിക്കും. അതൊരു വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്, ഒരു നാടൻ മനുഷ്യനാണ് ഈ ജാഫർ ഇടുക്കി. അല്ല, നിങ്ങൾ രണ്ടുപേരും പരസ്പരം സഹായിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കാം. പക്ഷേ സാബു സഹായിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ. അതെ, ജാഫർ താങ്കളെ സഹായിക്കാൻ വേണ്ടി, താങ്കൾ ജാഫറിനെ സഹായിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ സംസാരിച്ചു. പക്ഷേ അതല്ല സത്യമെന്ന് താങ്കൾ ഇപ്പോൾ ഈ ചർച്ചയിൽ പറയുകയാണ്. താങ്കൾ ഈ മൊമെന്റിൽ സമ്മതിച്ചു ഞങ്ങളായിരുന്നു ബിയർ കൊണ്ടുപോയത് എന്ന്. അങ്ങനെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യരുത്. അത് വീണ്ടും ട്വിസ്റ്റ് ചെയ്യാണ് നികേഷ്. ഇല്ല, ട്വിസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. താങ്കൾ നേരാവണ്ണമുള്ള കാര്യങ്ങളല്ലേ പറയുന്നത്. ഇതിൽ എവിടെയാണ് വിവാദത്തിന് വഴിതെളിക്കുകയാണ്. കാര്യം ജാഫറും സാബുവും അങ്ങോട്ടും ഇങ്ങോട്ടും മൊഴികൾ പറയുന്നതിൽ സഹായിക്കുന്നു എന്ന് പറഞ്ഞത് ഇപ്പൊ സ്ക്രോൾ പോകുന്നു നിങ്ങൾക്ക്. ഞാനിപ്പോ തീയുടെ മുമ്പിലല്ല, ഞാൻ വേറൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. ദയവേത് ഇങ്ങനെയുള്ള വിവാദങ്ങളിലേക്ക് എന്നെ വലിച്ചിഴക്കുകയല്ല സാബു. താങ്കൾ ഇപ്പോൾ പറയുന്നത് സത്യമാണല്ലോ. ഇല്ല, അങ്ങനെ ചെയ്യരുത്. എന്താണെന്ന് അറിയാമോ, ഞാൻ പറഞ്ഞു സാബു, താങ്കൾ ഇപ്പോൾ പറയുന്നത് സത്യമാണല്ലോ. ഞാൻ ഇതിന്റെ എല്ലാ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളും ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥരും ശരി, സമ്മതിക്കുന്നു ശ്രീ സാബു. താങ്കൾ ഇപ്പോൾ പറയുന്നതാണല്ലോ സത്യം. താങ്കൾ മുൻപ് പറഞ്ഞതായിരുന്നില്ല സത്യം. അത് ഒരു ധർമ്മസങ്കടത്തിൽ അല്ലെങ്കിൽ താങ്കളുടെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ പറഞ്ഞുപോയ കള്ളമായിരിക്കാം. സമ്മതിക്കുന്നു. ജാഫർ ഇടുക്കിയും അദ്ദേഹത്തിന്റെ വല്ലാത്ത മാനസികാവസ്ഥയിൽ പറഞ്ഞുപോയ കള്ളമായിരിക്കാം. പക്ഷേ അവ കള്ളങ്ങളായിരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് സത്യമെന്ന് പൂർണ്ണമായും പറയണം. ഇവിടെ താങ്കളുടെ സുഹൃത്ത്, അല്ലെങ്കിൽ താങ്കളുടെയും ജാഫറിന്റെയും സുഹൃത്ത് വിനു ആണ് സിദ്ധാർത്ഥ ഹോട്ടലിൽ നിന്ന് ബിയർ വാങ്ങി കലാഭവൻ മണിയുടെ അടുത്തെത്തിയത് എന്ന് വരെയുള്ള കാര്യങ്ങൾ താങ്കൾ സമ്മതിച്ചു പൂർണ്ണമായും. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അറിയണം. ഞാൻ ആരുടെ എന്താ നികേഷ് പറഞ്ഞത്? നികേഷ് എന്നെ ചോദ്യം ചെയ്യുകയാണോ? ശ്രീ സാബു, താങ്കളല്ലേ അല്പസമയം മുൻപ് പറഞ്ഞത് സിദ്ധാർത്ഥ ഹോട്ടലിൽ നിന്ന് വിനുവാണ് ബിയർ വാങ്ങി. സാബു പ്ലീസ് കേൾക്കൂ. നിങ്ങൾ വാഹനങ്ങളിൽ ബിയറുമായി കലാഭവൻ മണിയുടെ പാടിയിൽ എത്തുന്നു. ജാഫർ നേരത്തെ പറഞ്ഞത് നിങ്ങൾ പാടിയിൽ എത്തുമ്പോൾ കലാഭവൻ മണിയുടെ അടുത്ത് 2 ബിയർ ഉണ്ടായിരുന്നു, അതിലൊന്ന് കുടിച്ചു എന്നാണ്. ആ തിയറി താങ്കൾ ഒരുപക്ഷെ ആരെങ്കിലും രക്ഷിക്കാൻ ജാഫർ കള്ളം പറഞ്ഞതായിരിക്കുമെന്ന നിഗമനത്തിൽ താങ്കൾ എത്തുന്നു. അതിനെ തള്ളിക്കളയുന്നു. ഇനി ഇവിടെ മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. താങ്കളുടെ നിരപരാധിത്വവും നിഷ്കളങ്കതയും നാട്ടുകാരെ ബോധിപ്പിക്കാം. അതിനുള്ള അവസരമായി എടുക്കൂ. അതിനുശേഷം എന്ത് സംഭവിച്ചു? അതെ, അതിനുശേഷം ഞാനൊരു 11-11:30 മണിയോടെ എനിക്ക് പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പോകണം. പിന്നെ മണിച്ചേട്ടൻ പറഞ്ഞ ആഹാരം കഴിച്ചിട്ട് പോടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട മണിച്ചേട്ടാ, ഞാൻ കഴിക്കുന്നില്ല. അപ്പൊ നീ എങ്ങനെ പോകും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വണ്ടി ഓടിച്ചു പോകും എന്ന് പറഞ്ഞപ്പോ നീ വണ്ടി ഓടിച്ച് പോകണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു അവിടെ ഒരു ഡ്രൈവറെ എനിക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്തിനാ വേറെ ഡ്രൈവറെ, പീറ്റർ കൊണ്ടുവിടും എന്ന് പറഞ്ഞു. അതൊക്കെ സാബു, അത് പീറ്ററും ശരിവെക്കുന്നു. താങ്കൾ മദ്യപിച്ചിരുന്നു, താങ്കളെ കൊണ്ടുവിട്ട കാര്യം പീറ്ററും ശരിവെക്കുന്നു. അതൊക്കെ, അതിൽ ചോദ്യമില്ല. എനിക്ക് ഈ 7 മണി മുതൽ 11:30 വരെ, അതായത് താങ്കൾ ഇറങ്ങിയത് വരെയുള്ള കാര്യം പറഞ്ഞാൽ മതി. നിങ്ങൾ കൊണ്ടുപോയിട്ടുള്ള ബിയർ കലാഭവൻ മണി കഴിച്ചിട്ടില്ല എന്ന് ആവർത്തിക്കുന്നു. ഞാൻ കണ്ടില്ല നികേഷ്, ഞാൻ തുടക്കം മുതലേ പറയണം, ഞാൻ കണ്ടില്ല, എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതായത് നിങ്ങൾ കൊണ്ടുപോയ ബിയർ കലാഭവൻ മണി കഴിച്ചോ എന്ന് താങ്കൾ കണ്ടില്ല? ഞാൻ കണ്ടില്ല. അതെ, അതല്ലാതെ കലാഭവൻ മണി ഒരു പക്ഷേ കഴിച്ചിരിക്കാം, ഒരു പക്ഷേ കഴിച്ചില്ലായിരിക്കാം. കാര്യം എന്താണെന്നറിയാമോ, നമ്മളൊരു സുഹൃത്ത് വലയത്തിലിരിക്കുന്നു. അവിടുത്തെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് നമ്മൾ ഓർമ്മിച്ച് വെക്കുവോ? നമ്മളൊരു സൗഹൃദ സംഭാഷണത്തിൽ, ഒരു സൗഹൃദ സദസ്സിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ദൈനംദിന കാര്യത്തിലെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആരുടെ ഓർമ്മയിലിരിക്കും? ചിലപ്പോൾ ഓർമ്മയുള്ളവർ കാണും, എന്റെ ഓർമ്മയിൽ ഇരിക്കാറില്ല. അതുകൊണ്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ഓർമ്മ ശരിയാണല്ലോ എന്ന് ഓർമ്മ വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെയൊന്നും പറയല്ലേ, ചെയ്തിട്ടേ ഇല്ല. അങ്ങനെയൊന്നും പറയല്ലേ. ഇത് കലാഭവൻ മണി ഒരു പക്ഷേ നിങ്ങൾ കൊണ്ടുപോയ ബിയർ കഴിച്ചിരിക്കാം എന്ന കാര്യത്തിനാണ് കൂടുതൽ തൂക്കം എന്ന് തോന്നുന്നു താങ്കൾ ഇപ്പോൾ വിശദീകരിക്കുമ്പോൾ. ആയിക്കൊള്ളട്ടെ, കലാഭവൻ മണി നിങ്ങൾ കൊണ്ടുപോയ ബിയർ കഴിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. ആ ബിയർ അല്ലല്ലോ മരണകാരണം. പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? സത്യമായി പറയൂ. ഞാൻ കാണാത്ത കാര്യം ശരി, താങ്കൾ കണ്ടില്ല. ഓക്കെ, താങ്കൾ കണ്ടില്ല. ശരി, നിങ്ങൾ വളരെ ദീർഘനേരം സംസാരിച്ചല്ലോ, ദീർഘനേരം നിങ്ങൾ ചർച്ച ചെയ്തല്ലോ. ഇതിനിടയിൽ മദ്യപാനവും ഉണ്ടായിരുന്നു. കലാഭവൻ മണി കഴിച്ചോ എന്നുള്ള കാര്യം താങ്കൾക്കറിയില്ല. എനിവേ താങ്കൾ കഴിച്ചിരുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ സംഭാഷണത്തിൽ എവിടെയെങ്കിലും കലാഭവൻ മണി വലിയ തോതിൽ നിരാശനായ നിലയിൽ അദ്ദേഹം സ്വയം മരിക്കുന്ന വിധത്തിലുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. ഞാൻ തുടക്കം മുതലേ ഞാൻ പറയുന്നതാണ്, എനിക്ക് വളരെ ഷോക്കിംഗ് ആയി പോയതായിട്ടുള്ളൊരു കേസാണിത്.
അയാൾ വളരെ ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിരുന്നു. ഒരുപാട് തമാശ കഥകളൊക്കെ പറഞ്ഞു. ജാഫർഖാൻ കുറെ തമാശ കഥകൾ പറഞ്ഞു. ഞാൻ ഇഷ്ടം പോലെ ചിരിച്ചു. എന്നിട്ടാണ് വരുന്നത്. അത് എന്റെ കാഴ്ചയിൽ അതെ, അദ്ദേഹം പക്ഷേ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്ക് വല്ലാത്ത അവശ നിലയിലായിരുന്നു. ശരി, അദ്ദേഹം നിങ്ങളുമായി സംസാരിച്ച് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകാം, മദ്യപിച്ചിട്ടുണ്ടാകാം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകാം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ബിയർ അല്ലാതെ നിങ്ങൾ കൊണ്ടുവന്നോ ഇല്ലയോ എന്നുള്ളതല്ല, ബിയർ അല്ലാതെ വേറെ എന്തെങ്കിലും ലിക്വർ അവിടെ ആരെങ്കിലും, കലാഭവൻ മണി എന്ന് വേണ്ട, ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? അറിയാമോ? അവിടെ കഴിച്ചു കാണാൻ സാധ്യതയുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ കുറെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ. അത് അവിടെയായിട്ടൊക്കെ ആയിരുന്നു. നികേഷ്, ആ സ്ഥലം ഒന്ന് കണ്ടാൽ മനസ്സിലാവും. അതൊരു വലിയ പ്രദേശമാണ്. അവിടെയായിട്ട് ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഇവിടെ എന്തൊക്കെ സംവിധാനങ്ങളാണ് ഉള്ളതെന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ ചെന്ന് നോക്കി. അപ്പൊ അവിടെ ഒരു ഈ സ്റ്റെപ്പ് താഴോട്ട് കെട്ടിയിരിക്കുന്നു, ഒരു പന്തല് പോലത്തെ സംഭവമുണ്ട്, പിന്നെ അപ്പുറത്തൊരു കിച്ചൺ ഉണ്ട്. അപ്പൊ ഞാൻ അതിനകത്ത് ചെന്ന് നോക്കിയപ്പോ അവിടെ കുക്കിംഗ് പരിപാടികളൊക്കെ ഒരു 3-4 പേരുണ്ട്. അവിടെ പരിപാടികൾ നടക്കുന്നുണ്ട്. അല്ല, ശരി സാബു, എനിക്കറിയേണ്ടത് പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം അവിടെ ആ ദിവസം വാറ്റുചാരായം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ മുൻപും വാറ്റുചാരായം കൊണ്ടുവരാറുണ്ടായിരുന്നു എന്നും പോലീസിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. വാറ്റുചാരായം കൊണ്ടുവന്ന ആൾ അക്കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. നിങ്ങൾ അന്ന് കൂടിയ പാർട്ടിയിൽ വാറ്റുചാരായം ഉണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് താങ്കൾക്ക് അതിന്റെ നിജസ്ഥിതി, അതിന്റെ സത്യം ഇപ്പോൾ പറയാൻ പറ്റുമോ? ഇതൊരു അവസരമാണ്. ഞാൻ കണ്ടില്ല. വാറ്റുചാരായം ഉണ്ടോ ഇല്ലയോ എന്ന് താങ്കൾക്ക് അറിയില്ല, പക്ഷെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അല്ലേ? എങ്ങനെ അവിടെ വാറ്റുചാരായവും ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലേ? എങ്ങനെയാണ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നോ? അത് എനിക്ക് സാധ്യത പറയാൻ പറ്റുമോ നികേഷേ? കാര്യം ഞാൻ കാണാത്തൊരു കാര്യത്തിൽ സാധ്യത ഉണ്ട് എന്ന് ഞാൻ എങ്ങനെ പറയും? ശരി, അവിടെ എന്തെങ്കിലും സംശയാസ്പദമായ കാര്യം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല? സത്യസന്ധമായിട്ട് പറയണം, ഒന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇന്നലെ ഇതേ ചർച്ചയിൽ തന്നെ ഞാൻ ചോദിക്കുന്നത്, ഇന്നലെ ഇതേ ചർച്ചയിൽ തന്നെ മണിയുടെ ഭാഗത്തു നിന്ന് ചോദിച്ച ഒരു ചോദ്യം, വളരെ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു നിങ്ങളടക്കമുള്ള ആളുകൾ. അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നതിൻ്റെ 2 ദിവസം മുൻപ് അദ്ദേഹവുമായി പാർട്ടിയിൽ പങ്കെടുത്ത ആളുകളാണ് നിങ്ങൾ. അതിനുശേഷം കലാഭവൻ മണി മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഷോക്ക് വളരെ വലുതാണല്ലോ, അതിൻ്റെ വേദന വളരെ വലുതാണല്ലോ. ആ സാഹചര്യത്തിലും നിങ്ങളൊക്കെ എവിടെ പോയിരുന്നു എന്ന ചോദ്യം ഉയർന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ എവിടെയായിരുന്നു? ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു, കായംകുളത്ത്. എന്തുകൊണ്ടാണ് കലാഭവൻ മണിയുടെ മൃതശരീരം കാണാൻ ചാലക്കുടിയിലേക്ക് പോകാതിരുന്നത്? എനിക്ക് പോകാൻ തോന്നിയില്ല. അല്ല, തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തെ അവസാനമായി കണ്ട ആളുകളിൽ പെട്ട ആളാണല്ലോ താങ്കൾ. ഇത്ര ദാരുണമായ ഒരു മരണം മലയാളത്തിലെ വലിയൊരു കലാകാരന് സംഭവിച്ചിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പോകാൻ തോന്നാത്തത്? ആ സമയത്ത് ഇങ്ങനെയുള്ള കഥകളോ ആക്ഷേപങ്ങളോ ഒന്നുമില്ലല്ലോ. അന്ന് ഇതൊരു സ്വാഭാവിക മരണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. അദ്ദേഹം കരൾ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് മരിച്ചു എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ. അന്ന് എന്തുകൊണ്ട് പോയില്ല? കാരണമൊന്നുമില്ല. എന്റെ മുന്നിൽ വളരെ സന്തോഷമായിരുന്ന ഒരാള് പടേന്ന് മരിച്ചുപോയി എന്ന് കേട്ടപ്പോ എനിക്കത് വലിയ സങ്കടമായി പോയി. എനിക്കത് പോയി പുള്ളിയെ കാണാൻ എനിക്ക് തോന്നിയില്ല. ആ ഷോക്കിൽ പോകാതിരുന്നതാണ്. എന്റെ മനോവ്യാപാരങ്ങൾ വേറെ ആയിരിക്കും. ശരി, എനിക്കെന്ത് പോകാൻ തോന്നിയില്ല. ശരി സാബു, ദയവായി ടെലിഫോൺ ലൈൻ കട്ട് ചെയ്യരുത്. ഞാൻ തുടർന്ന് സംസാരിക്കാതെ ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അല്ല, നമുക്ക് RLV രാമകൃഷ്ണനും കൂടി ഒന്ന് ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്. താങ്കൾ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണമല്ലോ. ശ്രീ രാമകൃഷ്ണൻ, അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ ഈ ചർച്ചയിൽ മാറ്റി പറഞ്ഞിരിക്കുന്നു. നേരത്തെ താങ്കൾ ഉൾപ്പെടെ പങ്കെടുത്ത ചർച്ചയിൽ പറഞ്ഞ കാര്യം ഇന്നലെ പറഞ്ഞ കാര്യവുമല്ല ഇന്ന് പറയുന്നത്. അത് ഒരു പ്രത്യേക മാനസിക സമ്മർദ്ദം ഉണ്ടായതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ശ്രീ രാമകൃഷ്ണൻ, ശരിയായിക്കൂടെ? ശ്രീ രാമകൃഷ്ണൻ, ഇപ്പോൾ സാബു പറയുന്നത് ശരിയാണ് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? എന്താണ്? ഒരു നിമിഷം സാബു, ഒന്ന് ലൈനിൽ തുടരണം. ശ്രീ RLV രാമകൃഷ്ണൻ, ഡിസ്കണക്ട് ചെയ്യാണ്, വേറൊന്നും കണ്ടല്ല. എനിക്ക് ഇതിൽ ചർച്ച ചെയ്ത് എനിക്ക് വയ്യ. അതുകൊണ്ടാണ്, ദയവായി ക്ഷമിക്കണം, ഒന്നും തോന്നരുത്. ആയിക്കോട്ടെ, ശരി, താങ്ക് യു. ശ്രീ RLV രാമകൃഷ്ണൻ, ഇതുപോലെ ഒരു കേസിൽ ഉൾപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ ആരോപിതനായപ്പോൾ ഉള്ള മാനസിക സമ്മർദ്ദം കൊണ്ട് സത്യം പറയാൻ കഴിയാതിരുന്നതാണ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ വിശദീകരിക്കുന്നത്. അത് ശരിയാകാനും സാധ്യതയുണ്ടല്ലോ. ഈ നമ്മുടെ അതിഥികളായിട്ട് വന്ന 2 വ്യക്തികളും, അതായത് സാബുവും പിന്നെ ജാഫർ ഇടുക്കിയും, ഇവർ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ഇവർ ഒരുപക്ഷെ ഒരു മാധ്യമത്തിലൂടെ കാണുന്ന വ്യക്തികളാണ് എല്ലാവരും. ഇവർക്ക് അഭിനയിക്കാൻ നല്ല വശമുള്ളവരായിരിക്കാം. പക്ഷേ പൊതുജനങ്ങൾ പറയുന്നത് എന്താണെന്ന്, അല്ലെങ്കിൽ ഈ വ്യക്തികൾ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ വരുമ്പോൾ അവർ സ്വീകരിക്കേണ്ട മര്യാദകൾ, അല്ലെങ്കിൽ പൊതുജനങ്ങളോട് സംസാരിക്കുമ്പോൾ കാണിക്കേണ്ട മര്യാദകൾ ഇവർക്ക് മറന്നു പോകുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. കാരണം സാബു ഇന്നലെ പറഞ്ഞ സമയം, തിരിച്ചു പോയ സമയം 7:30 8:30 പറഞ്ഞത്. പിന്നെ അത് 9:30 ഇന്നിപ്പോൾ പറഞ്ഞപ്പോൾ അത് 11:30. പിന്നെ സാബുവിന് പാടിയെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. അത് വലിയൊരു സ്ഥലമാണെന്നും, അല്ലെങ്കിൽ അവിടെ അടുക്കളയിൽ ജോലി ചെയ്യുന്നുണ്ടെന്നും, മറ്റുള്ളവരൊക്കെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞ സാബു എൻ്റെ ചേട്ടൻ മദ്യപിച്ച കാര്യം, ഇവരൊരുമിച്ച് നിന്ന് മദ്യപിച്ച കാര്യം മാത്രം സാബുവിന് ഓർമ്മയില്ല. ഈ കാര്യം മാനേജറായിട്ടുള്ള ജോബി നേരത്തെ പറഞ്ഞിട്ടാണ്. ഈ 3 പേരും ഒരുമിച്ചിരുന്ന് മദ്യപിച്ചു എന്നുള്ള കാര്യം അവിടെ ഉണ്ടായിരുന്ന മാനേജർ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ എന്തുകൊണ്ടാണ് സാബുവിന് ഇത് പറയാൻ പേടി, സത്യം പറയാൻ എന്താണ് പേടി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയും നല്ല അച്ഛൻ്റെയും അമ്മയുടെ മകനല്ലേ, ഇങ്ങനെ നുണ പറയൂ? കാരണം മകൻ കുടിച്ചു തെല്ലുന്നത് അച്ഛനും അമ്മയും അറിയും എന്ന് ചിന്തിക്കുന്ന ഈ വ്യക്തി ഇത്രയും മുഴുകുടിയനായിട്ട് ഇങ്ങനെ കാറിൽ സഞ്ചരിക്കുമോ? അതൊക്കെയാണ് താങ്കളുടെ സംശയങ്ങൾ. അതിൻ്റെ വൈകാരികതയും മനസ്സിലാക്കുന്നു. ശ്രീ സുഭാഷ് ബാബു, ഈ കേസ് കൊലപാതകം അല്ലെങ്കിൽ ആത്മഹത്യ എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തുന്നത്. എൻ്റെ ഒരു സംശയം, അപ്പോഴും ഇതൊരു വ്യാജമദ്യ ദുരന്തം ആയിക്കൂടെ എന്നുള്ളതാണ്. കരളിന് അതീവ ഗുരുതര നിലയിൽ രോഗമുണ്ടായിരുന്ന ആൾ, അദ്ദേഹം ഇത്തരത്തിലുള്ള കീടനാശിനികൾ കലർന്ന വീര്യം കൂട്ടിയ മദ്യം കഴിക്കുമ്പോൾ ഇതിലെ വിഷവസ്തുക്കളെ നിർവീര്യമാക്കാനുള്ള ശേഷി അദ്ദേഹത്തിൻ്റെ കരളിന് ഇല്ലാതിരിക്കുമ്പോൾ സംഭവിക്കുന്ന ദുരന്തവും ആകാമല്ലോ. കലാഭവൻ മണിയുടെ വസതിയിൽ, അദ്ദേഹത്തിൻ്റെ പാഡി എന്ന ഔട്ട് ഹൗസിൽ മരണത്തിൻ്റെ തലേ ദിവസങ്ങളിൽ ഉണ്ടായിപ്പോയ എല്ലാ ആളുകളും, ഒരുപക്ഷെ വളരെ യാദൃശ്ചികവുമായും ആകാം, ഉണ്ടായിപ്പോയ എല്ലാ ആളുകളും ഒരു മുൻവിധിയോടുകൂടി സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കേണ്ടവരാണോ? തീർച്ചയായിട്ടും. ഇതിൽ ഈ ചാരായം എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കാനോ വിപണനം ചെയ്യാനോ പാടില്ല. അത് ബോധപൂർവം ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യുമ്പോൾ അതിൻ്റെ പ്യൂരിറ്റി, അതിൻ്റെ ശുദ്ധത ഉറപ്പുവരുത്താൻ അവർക്ക് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് കുടിച്ച് അതിനെ തുടർന്ന് അതിനകത്തന്നെയും മാരകമായ കീടനാശിനിയോ അതേമാതിരി മറ്റ് മരുന്നുകൾ, അല്ലെങ്കിൽ കൂടുതൽ വീര്യമുണ്ടാക്കാനുള്ള മരുന്നുകൾ ചേർക്കുന്നില്ല എങ്കിൽ പോലും, ചേർത്തിട്ടുണ്ടെങ്കിലും അത് ഗുരുതരമായൊരു കുറ്റമാണ്. കാരണം അത് മറ്റൊരാൾ കുടിച്ചു കഴിഞ്ഞാൽ ഇത് അപകടം സംഭവിക്കും എന്ന സാഹചര്യം എത്തുമ്പോൾ അവർക്ക് കൊലപാതകമല്ലാത്ത നരഹത്യ എന്ന രീതിയിലേക്ക് അവരുടെ പേരിൽ കുറ്റം പോലീസിന് കൊടുക്കാവുന്നതാണ്. രണ്ടാമത്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒരു മദ്യ ദുരന്തം എന്ന് നമുക്ക് പറയാം. കാരണം ഇങ്ങനെയുള്ള മദ്യം കഴിക്കാൻ പാടില്ല. പക്ഷേ ഉൽപ്പാദിപ്പിച്ച ആളുകളും കൊടുത്ത ആളുകളും തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗപക്കാളാണ്, പ്രതികളാണ്. അതുകൊണ്ട് ഇത് സ്വയം കഴിച്ചാൽ പോലും ഈ മദ്യം ഉൽപ്പാദിപ്പിക്കുകയും അവിടെ കൊണ്ട് എത്തിച്ചു കൊടുക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും കുറ്റക്കാരായി വരും എന്നുള്ളതിന് സംശയം വേണ്ട. അതുകൊണ്ട് മദ്യ ദുരന്തമായാൽ തന്നെയും, അതായത് സ്വയം കഴിച്ചത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശാരീരികമായ അവശത കൊണ്ട് മരണം സംഭവിച്ചാൽ പോലും അതിന് മുൻപുള്ള ഈ മദ്യലഭ്യതയും അദ്ദേഹം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത ആളുകൾ തീർച്ചയായിട്ടും അനധികൃതമായ മദ്യ ഉൽപ്പാദനവും അതുപോലെ അതിനകത്ത് അനാവശ്യമായിട്ട് വീര്യം കൂട്ടാനുള്ള മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ചേർക്കുകയും ചെയ്തത് ഒരു കുറ്റം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഒരു ലാഘവ ബുദ്ധിയോടെ കാണാൻ പറ്റില്ല. ഇനി അദ്ദേഹം സ്വയം കഴിച്ച് മരിച്ചതായാലും ശരി, മദ്യ ദുരന്തമായാലും ശരി, ഇത് ഇതിന് സഹായികളായിട്ട് നിന്ന ആളുകൾ, ഉൽപ്പാദിപ്പിച്ച ആളും ഒരിക്കലും അതിൽ നിന്ന് കുറ്റവിമുക്തരാക്കുക, ഒരു പ്രതി അല്ലാതാകുന്ന സാഹചര്യം തീർച്ചയായിട്ടും ഇല്ല. അതാണ് ഇനിയിപ്പോൾ എന്നോട് ചോദിച്ചതിന് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും. ശ്രീ വി എസ് സുനിൽകുമാർ MLA, ഇന്ന് വ്യക്തമായിട്ടുള്ള കാര്യം, കലാഭവൻ മണിയുടെ മരണത്തിൻ്റെ തലേന്ന് പാടി എന്ന ഔട്ട് ഹൗസിൽ വാറ്റുചാരായം എത്തിയിരുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, രാസവസ്തുക്കൾ അടങ്ങിയ ചില കുപ്പികൾ അവിടെ നിന്ന് കണ്ടെടുത്തു എന്നുള്ളതാണ്. അതേസമയം തന്നെ കലാഭവൻ മണിക്ക് കടുത്ത വിഷാദമുണ്ടായിരുന്നതായി അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കൾ അവരുടെ പേര് വെളിപ്പെടുത്തരുത് എന്ന അഭ്യർത്ഥനയോടുകൂടി സൂചിപ്പിക്കുന്നുമുണ്ട്. കലാഭവൻ മണിയുടെ ഒപ്പം ഉണ്ടായിരുന്ന, അദ്ദേഹം ആത്മാർത്ഥമായി സ്നേഹിച്ച സുഹൃത്തുക്കളെ ഈ മരണത്തിൻ്റെ പേരിൽ വേട്ടയാടുകയാണ് എന്ന് പരിതപിക്കുന്നവരുമുണ്ട്. താങ്കൾക്ക് ഇക്കാര്യത്തിൽ തോന്നുന്നത് എന്താണ്? അല്ല, കലാഭവൻ മണിയുടെ വളരെ യാദൃശ്ചികമായിട്ടുള്ള അകാല മരണം കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിയതാണ്.
ആ മരണത്തിൻ്റെ പിന്നിലെ ദുരൂഹത ഉണ്ട് എന്ന് ആദ്യമേ നമ്മളെല്ലാവരും സംശയിച്ചിരുന്നു. പക്ഷെ നമ്മളെല്ലാവരും ആഗ്രഹിച്ചത് ആ ദുരൂഹത ഉണ്ടാകരുത് എന്ന് നമ്മൾ വിചാരിക്കുകയും അങ്ങനെ ആ മരണത്തെ വേറെ രീതിയിലേക്ക്, ആ കുടുംബത്തിനെ ദുഃഖപ്പെടുത്തുന്ന രീതിയിലേക്ക് പോകരുത് എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിച്ചതാണ്. എൻ്റെ പ്രിയപ്പെട്ട മണിയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ അന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു, നമ്മളെല്ലാവരും ആഗ്രഹിച്ചതായിരുന്നു. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം, അതിൻ്റെ രാസപരിശോധന വന്നതിന് ശേഷം ചിത്രം പരിപൂർണമായിട്ട് മാറിയിരിക്കുകയാണ്. മണിയുടെ സഹോദരനും കുടുംബം അടക്കമുള്ള ആളുകൾ വളരെ ഈ മരണത്തെ പറ്റിയിട്ടുള്ള വലിയ സംശയങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അതിൻ്റെ ദുരൂഹത നീക്കാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ അടക്കമുള്ള ആളുകൾ ബാധ്യസ്ഥരാണ്. ഒരുപക്ഷെ അവർ അതിൻ്റെ പേരിൽ വേട്ടയാടപ്പെടുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാകാം. അത് നമുക്കൊരിക്കലും അത് അങ്ങനെ വേട്ടയാടപ്പെടണമെന്ന് ആഗ്രഹിക്കുകയോ ഒന്നും ചെയ്യുന്ന ആൾക്കാരല്ല നമ്മളൊന്നും. പക്ഷേ മണിയുടെ കുടുംബം ആ ദുരൂഹത നീക്കണം, മണി എന്തുകൊണ്ട് മരിച്ചു എന്നറിയണം എന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അതറിയാനും അത് പിന്നെ തിരിച്ചറിയാനും വേണ്ടിയിട്ടുള്ള സഹകരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഇപ്പോൾ പോലീസിന് കിട്ടിയിരിക്കുന്ന പല വിവരങ്ങളും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ഇപ്പോൾ മണിയുടെ പാടിയിൽ വാറ്റുചാരായം ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമല്ല, അവിടെ വിഷാംശമുള്ള രാസവസ്തുക്കൾ ഉണ്ടായിരുന്നു. മണിയുടെ വയറിനകത്തുണ്ടായിരുന്ന മരണകാരണമായേക്കാവുന്ന രീതിയിലുള്ള ക്വാണ്ടിറ്റിയിൽ ചില പിന്നെ നമ്മൾ കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന രാസ വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ അതിന് പിന്നിൽ വളരെ ദുരൂഹത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല മണിയെപ്പോലെ ഒരാളുകൾ ഒരുപാട് പിന്നെ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു വന്ന മണിയെപ്പോലെയുള്ള ഒരാൾ ആത്മഹത്യ ചെയ്യുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം മണി അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വിചാരിക്കുന്ന ഒരാളല്ല. അദ്ദേഹം വളരെ ഒരു പച്ചയായ മനുഷ്യനായിരുന്നു. വിചാരങ്ങളെല്ലാം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരാളായിരുന്നെങ്കിലും അത് ആത്മഹത്യ ചെയ്യാൻ മാത്രം ആ രീതിയിലുള്ള മാനസികാവസ്ഥയുള്ള ഒരാളാണെന്ന് എനിക്കറിയുന്ന മണിയെപ്പറ്റി എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇതിന്റെ പിന്നിലുള്ള ദുരൂഹത നീക്കുന്ന കാര്യം ജനങ്ങളെല്ലാം വളരെ ആകാംക്ഷ, ഒരു നമ്മുടെ വീട്ടിലൊരാൾക്ക് സംഭവിച്ചതുപോലെയാണ്. ഇപ്പോൾ രാമകൃഷ്ണൻ, എൻ്റെ പിന്നെ സഹോദരൻ രാമകൃഷ്ണൻ വിചാരിക്കുന്ന പോലെ തന്നെ ഓരോ വീട്ടിലെയും, ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ ഓരോ വീട്ടിലെ ആളുകൾക്ക് പറയും അത് അറിയുന്നതിനെ പറ്റി അവർക്കുള്ള ഒരു ആകാംക്ഷ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കൗതുകം കൊണ്ടുള്ള ആകാംക്ഷയല്ല. മണിയെ പോലെയുള്ള അവരുടെ കൂടെയുള്ള സ്വന്തമായി കണ്ട ഒരു കലാകാരന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അവർക്കെല്ലാം അതിൽ വലിയ രോഷവും അതറിയാനുള്ള ആഗ്രഹം ഒക്കെ എല്ലാവർക്കും ഉണ്ട്. ഇത് എല്ലാ വീടുകളിലും ഇന്ന് കേരളത്തിലെല്ലാ മലയാളികളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? തീർച്ചയായും സത്യം എന്താണ് എന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. അത് പൂർണ്ണമായും പുറത്തു വരാൻ കാത്തിരിക്കുക തന്നെയാണ് നമ്മൾ. സംവിധായകൻ വിനയൻ കൂടി ടെലിഫോൺ ലൈനിൽ. ശ്രീ വിനയൻ, താങ്കൾ കലാഭവൻ മണിയെ അടുത്ത് മനസ്സിലാക്കിയ ഒരാളാണല്ലോ. ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ സൂചിപ്പിക്കുന്നത് അദ്ദേഹം ഉല്ലാസവാനായിരുന്നു എന്നും അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ഒരു കാരണവുമില്ല എന്നും ആണ്. ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കുന്നതിന് അപ്പുറത്തുള്ള മനോതലങ്ങൾ ഓരോ വ്യക്തിക്കും ഉണ്ടാകാമല്ലോ. അതുകൊണ്ട് ഏത് സാധ്യതയെയും പൂർണ്ണമായും നിരാകരിക്കാനോ ഏത് സാധ്യതയെയും പൂർണ്ണമായും ഉൾക്കൊള്ളാനോ കഴിയുകയും ഇല്ല. കലാഭവൻ മണിയുടെ മരണത്തിന് ശേഷം നടക്കുന്ന ഈ വിവാദങ്ങളോടുള്ള താങ്കളുടെ പ്രതികരണം എന്താണ്? എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷയിലൊക്കെ അപ്പുറത്തേക്ക് ഒത്തിരി ഡൈവേർട്ട് ചെയ്ത് പോവുകയാണ് കാര്യങ്ങൾ. നമ്മളെ ഞെട്ടിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് വരുന്നത്. ഈ കീടനാശിനിയുടെ അളവ് ഇത്രയും കലാഭവന്റെ ബോഡിയിൽ വന്നു. ആ കീടനാശിനി അല്ല ഇപ്പോ ബഹുമാനായ SP അവിടെ പറഞ്ഞ പോലെ ആ കീടനാശിനി അല്ല ഇത്തരം ചാരായം പാറ്റുമ്പോൾ ഉപയോഗിക്കുന്നത്, അത് വേറെന്തോ ആണ്. അപ്പം അതെങ്ങനെ വന്നു എന്നുള്ള ചോദ്യങ്ങൾ നമ്മളെ ഭയങ്കര അത്ഭുതസ്തബ്ധരാക്കുകയാണ്. കലാഭവൻ മണിയെ കൊണ്ട് ജീവിക്കുന്ന കലാഭവൻ മണിയുടെ സെർവൻസ് ആയിട്ട് അവിടെ നിന്നിട്ടുള്ളവര് അദ്ദേഹത്തോട് ഇങ്ങനെ അതെനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ, സുനിൽ പറഞ്ഞ പോലെ, ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി, അയാൾക്ക് വലിയ കാശുകാരായ സുഹൃത്തുക്കളെയൊക്കെ കിട്ടുമ്പോഴും അയാളുടെ കൂടെ കൂലിവേല ചെയ്ത് കാണുക, അവരുടെ സന്തോഷങ്ങൾ പങ്കിടുക എന്ന് പറയുന്നതാണ് എനിക്ക് വലിയ കാര്യം എന്ന് അതിലാണ് പുള്ളി സന്തോഷം കണ്ടെത്തുന്നത്. അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനെ അവരൊരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇത് നമ്മൾ ഈ ചർച്ച ചെയ്ത് വിവിധ കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകുന്ന ഏറ്റവും കൂടുതൽ വിജിലന്റ് ആകേണ്ടത് പോലീസാണ്. പോലീസിന്റെ ഭാഗത്ത് ഇപ്പം വളരെ വിജിലന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ബിഗിനിങ്ങിൽ ഈ 12-13 ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ. കലാഭവൻ മണി മരിച്ച അന്ന് വൈകുന്നേരം ഞാൻ അമൃത ഹോസ്പിറ്റലിൽ പോയിരുന്നു. ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഈ മരിച്ച് ബോഡി തൃശ്ശൂരേക്ക് കൊണ്ടുവന്നിട്ട് ഇൻക്വസ്റ്റ് അവിടെ വെച്ച് നടത്തണം, എന്നിട്ട് ബോഡി കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻക്വസ്റ്റ് നടത്താനായിട്ട് വിളിച്ചപ്പോൾ ചാലക്കുടി സർക്കിൾ ഇൻസ്പെക്ടർ, എനിക്ക് തോന്നുന്നു P. രാജീവ്, CPM ജില്ലാ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു വിളിച്ചത്. അത് പറഞ്ഞു ചാലക്കുടി സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു എനിക്ക് ഇപ്പോൾ വരാൻ പറ്റില്ല, നാളെ വരാൻ പറ്റത്തുള്ളൂ, ഇൻക്വസ്റ്റിന് രാവിലെ വരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെ ഒരു ചർച്ചയൊക്കെ നടന്നു. അപ്പോൾ
കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നു നമുക്ക് ബോഡി തൃശ്ശൂർ കൊണ്ടുപോകാം, അവിടെ വെച്ച് ഇൻക്വസ്റ്റ് നടത്താം എന്ന് പറഞ്ഞു. അമൃത ഹോസ്പിറ്റലിൽ നിന്നും അന്ന് രാവിലെ തന്നെ പോലീസിൽ ഇൻഫോം ചെയ്തിരുന്നു പറഞ്ഞു ഇത് അസ്വാഭാവിക മരണമാണ് എന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞെന്നാ പറയുന്നത്. അസ്വാഭാവിക മരണമാണ് എന്നൊരു ഹോസ്പിറ്റലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും മണിയേക്കണക്ക് ഇത്രയും വലിയൊരു പേഴ്സണാലിറ്റി നമ്മൾ കണ്ടതല്ലേ അദ്ദേഹത്തിന്റെ, ഇത്രയും വലിയൊരു കലാകാരൻ, അദ്ദേഹത്തിന്റെ ഒരു മരണം അസ്വാഭാവികമെന്ന് പറയുമ്പോൾ പോലീസ് കുറച്ചുകൂടെ അന്ന് വിജിലന്റ് ആയിരുന്നോ എന്ന് എനിക്ക് വലിയ ഡൗട്ടുണ്ട്. ഞാൻ ആ ഇൻക്വസ്റ്റിന്റെ കാര്യം ഞാൻ ഇന്നിപ്പം സീനിയർ ക്രിമിനൽ അഡ്വക്കേറ്റ് ഉദയഭാനുമായിട്ട് ചുമ്മാ വൈകിട്ട് സംസാരിച്ച പുള്ളി പറഞ്ഞു ഈ ഇൻക്വസ്റ്റ് നടത്തേണ്ടത് ആ മരിച്ച സ്ഥലത്ത് തന്നെ ആയിരിക്കണം. അപ്പൊ അവിടെ വെച്ച് ഈ ബോഡിയുടെ ഇതും ആ ഡോക്ടേഴ്സിന്റെ മൊഴിയൊക്കെ അവിടെ വെച്ച് എടുക്കേണ്ടതാണ്. പക്ഷെ അന്ന് എടുക്കാൻ പറ്റിയില്ല. അന്ന് പിന്നെ തൃശ്ശൂരേക്ക് കൊണ്ടുപോവുകയും തൃശ്ശൂർ വെച്ചാണ് ഇൻക്വസ്റ്റ് നടത്തിയത്. അതുപോലെ തന്നെ പോലീസ് അന്ന് തന്നെ ഇതിന്റെ ഈ അസ്വാഭാവിക മരണമെന്ന് ഈ മരിക്കുന്നതിന്റെ അന്ന് രാവിലെ തന്നെ പോലീസിൽ അറിയിച്ചു എന്നും അമൃതയിലെ ഡോക്ടർമാർ പറഞ്ഞപ്പം നമ്മുടെ മണി മരിച്ചതൊന്നും അങ്ങനെ ആയിരിക്കത്തില്ല എന്ന് സുനിൽകുമാർ പറഞ്ഞതൊക്കെ നമ്മൾ വിശ്വസിച്ചു, അങ്ങനെ ആഗ്രഹിച്ച സത്യമാണ്. പക്ഷെ പോലീസ് അങ്ങനല്ലോ. അവരുടെ ദൃഷ്ടി എപ്പോഴും അങ്ങനെ ഒരു വിവരം കേട്ടാൽ അവർ 4 വശത്തും അവരുടെ കണ്ണുണ്ടാകണമല്ലോ. അപ്പൊ അവരെന്തുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അത്തരം കാര്യങ്ങൾ അവിടെ തെളിവ് നശിപ്പിക്കാതിരിക്കാനുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നുള്ളൂ. എനിക്കൊരു പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ 12-13 ദിവസം ആയിട്ട് ആണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷമാണ് ഒരു അനക്കം ഉണ്ടായത്. അതുകൊണ്ട് കുറച്ച് തെളിവുകളോ അല്ലെങ്കിൽ അന്വേഷണമോ ഒക്കെ ലാഗ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ശരി, അതെ, അതൊരു സാധാരണക്കാരന്റെ സംശയമാണ്. ശ്രീ RL രാമകൃഷ്ണൻ, നോക്കൂ, കലാഭവൻ മണി സുഹൃത്തുക്കളെ വലിയ തോതിൽ സ്നേഹിച്ചിരുന്നു. തിരിച്ച് അദ്ദേഹത്തിനും ആ സ്നേഹം കിട്ടിയിട്ടുണ്ടാകും. ഇപ്പോൾ സുഹൃത്തുക്കൾ അടക്കമുള്ളവർ പറയുന്നത് ഈ മരണത്തിൻ്റെ പേരിൽ ഞങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്നുള്ളതാണ്. അതേസമയം തന്നെ കുടുംബാംഗങ്ങൾ പൂർണ്ണമായും ഇത് സുഹൃത്തുക്കൾ വഴി വന്നതാകും എന്ന ഒരു വിമർശനം ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴും എങ്ങനെ ഈ മരണം എന്നത് സംബന്ധിച്ച യാതൊരു തെളിവുകളും ഇല്ല. ഇവിടെ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ തീർച്ചയായും നമ്മൾ മുൻപ് സംസാരിച്ചിരുന്ന ആളുകളടക്കം ചില കള്ളങ്ങൾ പറഞ്ഞു. ആ കള്ളങ്ങൾ പിന്നീട് അവർക്ക് തന്നെ മാറ്റി പറയേണ്ടി വന്നു എന്നുള്ളത് വസ്തുതയാണ്. എങ്കിൽ പോലും കലാഭവൻ മണിയുടെ ഒപ്പം ഉണ്ടായിരുന്നവരോ സുഹൃത്തുക്കളോ ആണ് ഈ മരണത്തിന് പിന്നിലെന്ന് നിങ്ങൾ അന്ധമായി വിശ്വസിച്ചു പോകാൻ എന്താണ് കാരണം? ഈ പറഞ്ഞ സുഹൃത്തുക്കളോട് നമ്മൾ കഴിഞ്ഞ 6 മാസമായിട്ട് അല്ലെങ്കിൽ അതിനു മുൻപേ തുടങ്ങി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നിങ്ങളെ ഏറെ സ്നേഹിക്കുന്ന കലാഭവൻ മണി നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ചുമതല നിങ്ങൾക്കാണ്. അതിരാവിലെ തന്നെ അല്ലെങ്കിൽ മദ്യം പകർന്നു കൊടുക്കാനായിട്ട് ഒരു ഉദ്യോഗസ്ഥനെ പോലെ ഇവരെത്തുമ്പോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ അസുഖത്തിനെ കുറിച്ച് അറിഞ്ഞ ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് ഞാൻ പലവട്ടം അവരോട് ഉപദേശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അസുഖം ഇതാണെന്നും, അല്ലെങ്കിൽ അത് ഇനി അദ്ദേഹം ആവശ്യപ്പെട്ടാൽ പോലും നിങ്ങളത് നിങ്ങളുടെ കൈകൊണ്ട് പകർന്നു കൊടുക്കരുതെന്നും ഞാൻ 100 തവണ അവിടെ പോയി വളരെ കർക്കശമായ സ്വഭാവത്തിലും നമ്മൾ അവരോട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ അവരുടെ ഒരു സ്വകാര്യ അഹങ്കാരമായി ഞങ്ങൾ പറയുന്നതാണ് കലാഭവൻ മണി കേൾക്കുള്ളൂ എന്നുള്ള രീതിയിൽ വളരെ മോശമായ രീതിയിൽ ബന്ധുക്കളായ ഞങ്ങളോട് പ്രതികരിക്കുകയും അവസാന നിമിഷം വരെ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വിവരം ഞാൻ പഠിപ്പിക്കുന്ന കലാഗൃഹത്തിൻ്റെ മുൻപിലൂടെയാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. ഡോക്ടർ സുമേഷ് ഒരു മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ സഡേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ബന്ധുക്കൾ വേണമെന്നുള്ളത് അദ്ദേഹത്തിനും അറിയായിരുന്നു. അദ്ദേഹത്തിന് എന്നെ വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അവിടെയുള്ള സുഹൃത്തുക്കളോട് പറയാമായിരുന്നു. അതെ, അത് തീർച്ചയായും ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണെന്ന് തോന്നുന്നു. ഒരു നിമിഷം ശ്രീ രാമകൃഷ്ണൻ, ഇപ്പോൾ ശ്രീ ലിൻസൺ, അദ്ദേഹം ഡോക്ടർ TP സുമേഷിൻ്റെ കൂടെ ഈ സംഭവം നടക്കുമ്പോൾ, അതായത് കലാഭവൻ മണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആളാണ്. ശ്രീ ലിൻസൺ വളരെ രഹസ്യമായി 300 മീറ്റർ അപ്പുറത്തുള്ള കുടുംബാംഗങ്ങളെ പോലും അറിയിക്കാതെ കലാഭവൻ മണിയുടെ ഈ രോഗാവസ്ഥയിൽ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്ന സാഹചര്യം എന്തായിരുന്നു? ഹലോ, അവിടെ ഡോക്ടറെ വിളിച്ചിട്ട് ജോബി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ മാനേജറെ വിളിച്ചിട്ടാണ് ആള് പോയത്. അപ്പൊ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാനത് എയർപോർട്ടിലേക്ക് വന്നിട്ട് ആ സമയത്താണ് എനിക്ക് ഏകദേശം ഒരു 11:30-12 മണി ആ സമയത്താണ് എനിക്ക് കോള് വരുന്നത് ഡോക്ടറെ. അത് പറഞ്ഞു, നീ എവിടെയാണെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ എയർപോർട്ടിൽ പോയിട്ട് തിരിച്ചു വന്നോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ നീ ചാരോളിൽ ഇറങ്ങിയിട്ട് വണ്ടി വേറെ കൊടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, അതായത് പാടിയിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ മുമ്പ് പോയിട്ടുള്ളതാണ് പാടിയില്. അങ്ങനെ ഞാൻ ചെല്ലുമ്പോ അവിടെ ജോബി ചേട്ടൻ ഉണ്ട്, ഡോക്ടർ ഉണ്ട്, പിന്നെ വേറെ 2 സുഹൃത്തുക്കളും അവരുണ്ടായിരുന്നു.
അപ്പോ ഞാൻ ചെന്നപ്പോ തന്നെ പെട്ടെന്ന് എനിക്ക് ഓടി വന്ന് ജോബി ചേട്ടൻ എനിക്ക് പൈസ തന്നിട്ട് ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. ഈ ഇങ്ങനെ കൊണ്ടുപോകണം പറഞ്ഞു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു, ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനാണ് പോയിട്ട് അവിടെ ഇന്നർവെയർ അടക്കം ഡ്രസ്സ് ഇതെല്ലാം മേടിച്ച് കൊണ്ടു കൊടുത്ത്. അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഡോക്ടറും ജോബി ചേട്ടനും കൂടി ആളെ താങ്ങിയെടുത്ത് കൊണ്ടുവരായിരുന്നു. പതുക്കെ കൊണ്ടുവന്ന് വണ്ടിയിൽ ആള് കയറി അവിടുന്ന് പോകുന്ന ഏകദേശം ഒരു കൊരട്ടേക്ക് എത്താറായിട്ടുണ്ടോ. അപ്പൊ ആള് സംസാരിച്ച് തുടങ്ങി. ആദ്യം ചോദിച്ചത് വെള്ളമാണ് ചോദിച്ചത്. അപ്പൊ ആദ്യം വെള്ളം കൊടുത്തിരുന്നില്ല. ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു വെള്ളം കൊടുക്കരുത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്ത് ചികിത്സ എന്തോ ചെയ്യാനുണ്ടെന്നോ അതിന്റെ ഭാഗമായിട്ട് എന്തോ കൊടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തില്ല. പിന്നെ അവിടുന്ന് സംസാരിച്ചിട്ടാണ് അമൃതയിൽ എത്തുന്നത്. താങ്കളായിരുന്നോ ഡ്രൈവർ? ഞാനായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. അതെ. ഇതിൽ ശ്രീ ലിൻസൺ, താങ്കൾ കലാഭവൻ മണിയെ കാണുമ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ അവസ്ഥ? ആള് വളരെ ക്ഷീണിതനായിരുന്നു. പിന്നെ ആദ്യം നമുക്കൊരു എതിർപ്പ് പോലെ ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ പോകാൻ തയ്യാറായിരുന്നില്ല. ചെറിയൊരു എതിർപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള ആരും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ, വീട്ടുകാരെ ആരെയും അറിയിച്ചില്ല? നിങ്ങൾ, അതായത് താങ്കൾ, ഡോക്ടർ സുമേഷ്, ജോബി, ഇത്രയും ആളുകൾ ചേർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അല്ലേ? അതെനിക്ക് വീട്ടുകാരായിട്ടൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല. അവർ ഇല്ല, അങ്ങനെ ഒന്നും കണക്ഷൻ ഒന്നുമില്ല. പിന്നെ അതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിച്ചില്ല. അല്ല, ഞാൻ ഈ പറഞ്ഞ ആളുകൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ? അതെ, വേറെ ആയിരുന്നു പുറത്ത്. പിന്നെ അല്ല, അവരുടെ ഇദ്ദേഹത്തിന്റെ സഹായികൾ, വിപിൻ തുടങ്ങിയ ആളുകൾ, മുരുകൻ തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മുമ്പ് പോകുമ്പോൾ ഇവരെ തന്നെയൊക്കെ കാണാറുള്ളൂ അവിടെ. അതെ. ഈ അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് പാടി. അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. താങ്കൾക്ക് അങ്ങനെ ഒരു സീനിൽ ചെന്നപ്പോൾ എന്താണ് അന്നേരം തോന്നിയത്? ഇതൊരു സാധാരണ നിലയ്ക്കുള്ള ഒരു അസുഖം വന്ന ആളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു എന്നുള്ളത് മാത്രമാണോ? അതെ, അങ്ങനെ തോന്നിയുള്ളൂ. കാരണം ഞാൻ ഈ ഒന്നാം തീയതി ആയിരുന്നു അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ. ഞാൻ പോയി പങ്കെടുത്തിരുന്നതാണ്. ഇപ്പോഴോട്ട് ഒരുപാട് തവണ ഞാൻ അവിടെ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ അവിടെ പോയി കണ്ടിരുന്നു. എങ്ങനെയാണ് പരിചയം കലാഭവൻ മണിയുമായി? കുറച്ച് വർഷം മുമ്പുള്ള പരിചയമാണ്. അപ്പോ ആള് അവിടെ തന്നെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതെ, എനിക്ക് അതിൽ തോന്നുന്ന ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, കലാഭവൻ മണി ഇങ്ങനെ രോഗാവസ്ഥയിലാകുമ്പോൾ കുറച്ചുനാൾ മുൻപ് അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുൻപ് പരിചയപ്പെട്ട താങ്കളെ പാടിയിലേക്ക് വിളിച്ചു വരുത്തുന്നു. അതേസമയം അദ്ദേഹത്തിൻ്റെ ഭാര്യയെയോ സഹോദരനെയോ ബന്ധുക്കളെയോ മറ്റാരെയും അങ്ങോട്ട് വിളിച്ചു വരുത്തുന്നുമില്ല. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക? അതങ്ങനെ ചോദിച്ചിട്ട് എനിക്ക് മറുപടി ഇല്ല. കാരണം എനിക്കറിയില്ല അവരുടെ ഫാമിലി ഇതെങ്ങനെയാണെന്നൊന്നും. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ ഡോക്ടറെ വിളിക്കുക അങ്ങനെയുള്ള കാരണം ഞാൻ അദ്ദേഹത്തിന്റെ ഡ്രൈവറാണ് ഞാൻ. അപ്പൊ വിളിച്ചു, ഞാൻ അവിടെ ചെന്നു. പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ അവിടെ ചോദിക്കണം. പിന്നെ ഈ രോഗം എന്ന് പറഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഞാൻ കാണുമ്പോഴൊന്നും അങ്ങനെ അസുഖമായിട്ട് അങ്ങനെ തോന്നിയിരുന്നില്ല. ആള് ഭയങ്കര എന്താ പറയാ, നല്ല ഉഷാറായിട്ടാണ് സംസാരിക്കാറ്. അന്നും ഈ പറഞ്ഞ പോലെ കുറച്ച് ഞങ്ങൾ ഏകദേശം കുറച്ച് വഴി അമൃത ഇവിടുന്ന് ഏകദേശം ഒരു അങ്കമാലി കഴിഞ്ഞ് വണ്ടി സംസാരിച്ച് തന്നെയാണ് പോയത്. അവിടെ ഹോസ്പിറ്റലിൽ എത്തി കഴിഞ്ഞപ്പോ ട്രോളി, ഞാനാണ് കാഷ്വാലിറ്റി ഫ്രണ്ട് കൊണ്ട് വണ്ടി നിർത്തി ആളിറങ്ങി പോവാണ്, വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പൊ പറഞ്ഞു നടന്നു പോകണ്ട, ഇങ്ങനെ ഡോക്ടർ പറഞ്ഞതിന് ആൾക്കാരേക്കും ഇങ്ങനെ ശ്രദ്ധിക്കും എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും ട്രോളിയിലോ ഇതിലോ ഈ ചെയർ ഉണ്ടല്ലോ, വീൽ ചെയറിലോ അങ്ങനെയാണ് പോകുന്നത്. അതുവരെയുള്ള കാര്യങ്ങൾ അറിയില്ല. ഞാൻ അത് കഴിഞ്ഞ് ഞാൻ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത് പിന്നീടാണ് ഞാൻ വിവരങ്ങൾ അറിയുന്നത്. അതെ, അതായത് ഈ വണ്ടിയിൽ വെച്ച് അദ്ദേഹം വിശേഷിച്ച അസുഖമൊന്നും കാണിച്ചിരുന്നില്ല, ഛർദി അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം സംസാരിച്ചത് എന്താണ് എന്ന് താങ്കൾക്ക് ഓർമ്മയുണ്ടോ? അല്ല, വെള്ളമാണ് ചോദിച്ചിരുന്നത്. അല്ല, വെള്ളം ചോദിച്ചു. അതിനുശേഷം ഡോക്ടറുമായിട്ടോ താങ്കളുടെ സുഹൃത്തുക്കളുമായിട്ടോ ഒക്കെ അദ്ദേഹം എന്ത് കാര്യമാണ് സംസാരിച്ചത്? ഇല്ല, അങ്ങനെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. ശരി. ശ്രീ RLV രാമകൃഷ്ണൻ, കലാഭവൻ മണി ഫെബ്രുവരി 20 അവസാനമായി സ്വന്തം വീട്ടിൽ വന്നത്. അതിനുശേഷം അദ്ദേഹം ഈ പാടി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഔട്ട് ഹൗസിലായിരുന്നു താമസം. പക്ഷേ ആശുപത്രിയിൽ പോകാൻ നേരത്ത് അദ്ദേഹത്തിന് ഉടുക്കാൻ വസ്ത്രമുണ്ടായിരുന്നില്ല. ആ സമയത്ത് പോയി പുറത്തുനിന്ന് നമ്മളിപ്പോൾ സംസാരിച്ച ലിൻസൺ വാങ്ങിക്കൊണ്ടുവന്ന് ആ വസ്ത്രം ധരിച്ചാണ് അദ്ദേഹം അമൃത ആശുപത്രിയിലേക്ക് പോയത്. നോക്കൂ, ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ദഹിക്കുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുക?
ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. കാരണം ഇനി സഹോദരൻ വീട്ടിലേക്ക് അഥവാ കുറച്ച് ദിവസമായി വന്നില്ലെങ്കിൽ പോലും ഒരു വസ്ത്രമില്ലെങ്കിൽ ഇവർ കടയിൽ പോയി വാങ്ങിച്ച് ഇത്രയും ബുദ്ധിമുട്ട് തൊട്ടടുത്ത് കിടക്കുന്ന വീട്ടിൽ വന്ന് വാങ്ങിക്കാമായിരുന്നില്ലേ? ഇവർ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? എന്തുകൊണ്ടാണ് വീട്ടുകാരോട് ഇവർക്ക് ഇത്ര ചതുർത്തി? ഇവർ ഈ പറയുന്ന നേരെ കടയിൽ പോയി പൈസ കൊടുത്ത് ഒരു വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരുന്ന എൻ്റെ ചേട്ടൻ്റെ വീട്ടിലെ ബെഡ്റൂമിൽ പോയാൽ ഇത്രയധികം വസ്ത്രങ്ങൾ ഇരിക്കുന്നിടത്ത് ഇവർ എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടി കടയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നത്? ഇവർ പരസ്പരം ഇപ്പോൾ ഡോക്ടർ സുമേഷും ഇപ്പോൾ ഡോക്ടർ സുമേഷ് ഇന്നലെ പറയുണ്ടായി എന്നെ അറിയില്ലാന്ന്. എൻ്റെ അയൽവക്കക്കാരനായിട്ട് ഡോക്ടർ സുമേഷ് താമസിച്ച ആളാണ്. എൻ്റെ ചേട്ടൻ്റെ ഒപ്പം ബിയർ കഴിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് ഡോക്ടർ സുമേഷ്. എന്നിട്ട് ഇപ്പോൾ ഇന്നലത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ഡോക്ടർ സുമേഷ് എന്നെ അറിയില്ല. ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. വളരെ പാടുപെട്ട് ഇവരുടെ കയ്യിൽ പൈസ കൊടുത്ത് ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ പോയിട്ട് അതിൽ ശ്രീ രാമകൃഷ്ണൻ, ഡോക്ടർ സുമേഷ് ഇദ്ദേഹത്തിൻ്റെ പരിചയക്കാരനായിരുന്നു എന്നുള്ളത് മാത്രമല്ലല്ലോ. ആലപ്പുഴയിൽ കലാഭവൻ മണി ഈ അമിത മദ്യപാനം ഒഴിവാക്കുന്നതിന് മദ്യവിമുക്ത ചികിത്സ നേടിയിരുന്നു. ആ നിലയ്ക്ക് മുതൽ ഈ ആരോഗ്യ കാര്യങ്ങളിൽ ഒരു ഉപദേശകനായിരുന്നില്ലേ ഈ ഡോക്ടർ? അതുകൊണ്ട് ഒരു ആരോഗ്യ പ്രശ്നം വന്നപ്പോൾ ആ ഡോക്ടറെ ഇദ്ദേഹത്തിൻ്റെ മാനേജരും സഹായികളും ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എന്നതായി നമ്മൾ അതിനെ കണ്ടാൽ പോരെ? ആയിക്കോട്ടെ, നല്ല കാര്യം. പക്ഷെ ഒരു ഡോക്ടർക്ക് ഒരു രോഗിയും അല്ലെങ്കിൽ ഒരു മരണഘട്ടത്തിലേക്കോ അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ കൂടെ സ്വന്തക്കാർ വേണമെന്ന് ഈ ഡോക്ടർമാർ പല സ്ഥലങ്ങളും സജസ്റ്റ് ചെയ്യുന്നത് സാറടക്കം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമല്ലേ? അതെ. ഇതിൽ ശ്രീ സുഭാഷ് ബാബു, താങ്കൾ നിരവധി കേസുകൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നുവല്ലോ. പാഡി എന്ന വസതിയിൽ കലാഭവൻ മണിയുടെ മരണത്തിന് മുൻപ് നടന്നിട്ടുള്ള കാര്യങ്ങൾ സ്വാഭാവികമാണോ? ഒരു മനുഷ്യൻ അദ്ദേഹം അമിതമായി മദ്യം കഴിച്ചിട്ടോ മറ്റേതെങ്കിലും വിധത്തിലോ രോഗബാധിതനായ ഉടൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉള്ള ആളുകൾ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണോ ഈ പറയുന്ന ആളുകൾ ചെയ്തിട്ടുള്ളത്? തീർച്ചയായിട്ടും അതിന് ദുരൂഹതയുണ്ട്. കാരണം ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വരുന്ന വല്ല വീഴ്ചയോ അതേമാതിരി ബോധക്ഷയമൊക്കെയാണ് പെട്ടെന്ന് ഒന്നും ആലോചിക്കാതെ ആശുപത്രിയിൽ കൊണ്ടുപോകും. പക്ഷേ ഇത് അദ്ദേഹത്തിന് പല രീതിയിലുള്ള അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെട്ടതിന് ശേഷം ഡോക്ടറെ വിളിച്ചു വരുത്തി അവിടെ നിന്ന് വസ്ത്രമില്ലാത്ത വസ്ത്രം വാങ്ങിച്ചതിന് ശേഷം ഡ്രൈവറെ വിളിച്ചു വരുത്തി ഡ്രൈവറുടെ വണ്ടിയെ കയറ്റി കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞ് എന്തായാലും ശരി ഏതാണ്ട് 1 മണിക്കൂർ സമയം എടുത്തിട്ടുണ്ടാകും. ഇതിനുള്ളിൽ വളരെ 1 കിലോമീറ്റർ താഴെ ദൂരെയുള്ള വീട്ടിലേക്ക് ഇത് അറിയിക്കാതിരുന്നത് തീർത്തും അസ്വാഭാവികമാണ്. അത് വിശ്വസനീയമല്ല. അതിനും ചിലപ്പോൾ അദ്ദേഹവും വീട്ടുകാരുമായിട്ടുള്ള അസ്വസ്ഥത കൊണ്ട് ഇവരെ അറിയിക്കണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതൊക്കെ സാഹചര്യം അനുസരിച്ച് നമുക്കൊരു നിഗമനത്തിലെത്താൻ കഴിയുള്ളൂ. എന്തായാലും ശരി, ആ ബന്ധുക്കളെ അറിയിക്കുക എന്നുള്ളൊരു പ്രാഥമിക ഉത്തരവാദിത്വം അദ്ദേഹത്തിന്റെ മാനേജർ. അതാണ് ഇവിടെ വലിയ സംശയങ്ങൾക്ക് ഇട നൽകിയിട്ടുള്ളത്. വി എസ് സുനിൽകുമാർ MLA, കേരളം മുഴുവൻ അറിയാൻ ആഗ്രഹിക്കുന്നതാണ് ഈ വിഷയത്തിലെ വസ്തുത. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം മുൻവിധികളില്ലാത്ത തൃപ്തികരമായ ഒന്നാണോ താങ്കളുടെ കാഴ്ചപ്പാടിൽ? അല്ല, അന്വേഷണത്തെ നമ്മൾ വിമർശനാത്മകമായി കാണേണ്ട സമയമായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ നേരത്തെ ശ്രീ വിനയൻ സൂചിപ്പിച്ച പോലെ ആദ്യഘട്ടത്തിൽ പോലീസ് എന്തുകൊണ്ടാണ് അത്തരമൊരു നിലപാട് സ്വീകരിച്ചത് എന്നുള്ള കാര്യത്തെപ്പറ്റി മാത്രമേ നമ്മൾ സംശയിക്കേണ്ടതുള്ളൂ. ഇപ്പോൾ ഏതായാലും വീട്ടുകാർ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം വളരെ ഗൗരവമായി ചില പരാതികൾ ഉന്നയിച്ച സാഹചര്യത്തിൽ അത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഇപ്പോൾ ഒരു പ്രത്യേക ടീമിനെ നിയോഗിച്ചുകൊണ്ട് നടത്തുന്ന അന്വേഷണത്തിൽ നമ്മൾ കാത്തിരിക്കാം. തുടക്കത്തിൽ തന്നെ നമ്മൾ ഒരു മുൻവിധിയോടുകൂടി അന്വേഷണ സംഘത്തെ വിമർശിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. പക്ഷേ ഇവിടെ വളരെ ഗൗരവമായി കാണേണ്ട കാര്യം, ഇപ്പോൾ മണിയുടെ ഈ മരണം ഉണ്ടായി അതിൻ്റെ ദുരൂഹത വന്ന സമയത്ത് ഞാൻ തന്നെ പല ആളും പറഞ്ഞു നമ്മൾ ഈ ദുരൂഹത നമ്മളിങ്ങനെ പറഞ്ഞതൊരു വലിയ പ്രശ്നമാക്കി മാറ്റരുത്, കാരണം മണിയെ വീണ്ടും നമ്മൾ അപമാനിക്കുന്ന സ്ഥിതി ഉണ്ടാവരുത് എന്ന നിലയിൽ അഭിപ്രായപ്പെട്ട ഒരാളാണ് ഞാൻ. അതിന് കാരണം മണിയുടെ കുടുംബത്തെ പറ്റി തന്നെ ആവശ്യമില്ലാത്ത കുറേ പ്രചരണങ്ങൾ നടക്കുകയുണ്ടായി. മണിയുടെ കുടുംബം വളരെ അവർ തമ്മിൽ തെറ്റിയിരിക്കുകയാണ്, ഒരു ബന്ധമില്ലാതിരിക്കുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള നമുക്ക് കേട്ടാൽ ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ അനാവശ്യമായ ചർച്ച നമ്മുടെ രാജ്യത്തുണ്ടായി. അപ്പോൾ ഒരു സുഹൃത്തെന്ന നിലയിൽ അങ്ങനെ കേൾക്കുമ്പോൾ, നമ്മുടെ ഒരു സുഹൃത്തിനെ പറ്റി അങ്ങനെ കേൾക്കുമ്പോഴുള്ളൊരു വിഷമം കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. ഇപ്പോൾ ഇന്നിവിടെ ഈ നേരത്തെ ഒരു ഡ്രൈവർ സൂചിപ്പിച്ചപ്പോൾ മണിയുടെ വീട്ടിൽ കയറി, തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഡ്രസ്സ് എടുക്കാൻ സമയം കിട്ടാതെ പുറത്തുപോയി ഡ്രസ്സ് വാങ്ങേണ്ട കാര്യം എന്തായാലും വീട്ടുകാരായിട്ട് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ തന്നെ കൂട്ടുകാരെ സംബന്ധിച്ചൊരു പ്രശ്നമല്ലല്ലോ. ഒരു മണിയെപ്പോലെ ഒരാൾ ഒരു അത്യാസന്ന നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ
ആദ്യം അറിയിക്കേണ്ട ഒരു ബന്ധുക്കൾ തന്നെയാണ്. അപ്പം രാമകൃഷ്ണനെ ആരെങ്കിലും വിളിച്ചത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്, നിങ്ങൾ ഇവിടെ വരണമെന്നോ? ഇതൊക്കെ നാട്ടിൽ നടപ്പായിട്ട കാര്യങ്ങളാണ്. ഇതൊന്നും സംഭവിക്കാതെ പോയത് എന്തുകൊണ്ടാണെന്നുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾക്ക് അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ എന്തോ ഒരു കുഴപ്പമുള്ള പോലെ തോന്നുകയാണ്. ഏതായാലും ഈ അന്വേഷണം വളരെ വ്യക്തതയോടുകൂടി നടക്കുകയും സുതാര്യമായി എല്ലാവരും സഹകരിക്കണം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ കൂട്ടുകാരടക്കമുള്ള ആളുകൾ അവർക്കറിയാവുന്ന എല്ലാ ഇൻഫർമേഷനും കൊടുക്കാൻ തയ്യാറാവണം. ഇതെല്ലാവരും കൂടി ഇതിൻ്റെ ദുരൂഹത പരിപൂർണമായിട്ട് മാറ്റണം. കാരണം കലാഭവൻ മണി എന്ന് പറയുന്നത് ഈ നമ്മുടെ നാടിൻ്റെ ഒരു സ്വത്താണ്. അങ്ങനെ ഒരു കലാകാരൻ, അത് താഴെത്തട്ടിൽ നിന്ന് വന്ന ഒരു വളരെ താഴെത്തട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു കീഴാള സമുദായത്തിൽ നിന്ന് തന്നെ വന്ന ഒരു മഹാനായിട്ടൊരു കലാകാരന് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു ദുരന്തം നമുക്ക് ആർക്കും താങ്ങാൻ പറ്റാത്തൊരു ദുരന്തമാണ്. ആ ദുരന്തത്തിൻ്റെ കാരണം എന്താണെന്ന് അറിയാൻ ഈ സമൂഹത്തിന് അവകാശമുണ്ട്. അതിന് അക്കാര്യത്തിൽ ഗവൺമെൻറ് പോലീസും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ, എന്നാൽ ഈ പറയുന്ന പോലെ ആരെങ്കിലും വേട്ടയാടാനോ എന്ന നിലയിലേക്ക് പോകാതെ തന്നെ ശാസ്ത്രീയമായുള്ള അന്വേഷണമാണ് ആവശ്യം. വളരെ ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണം നടത്താൻ കെൽപ്പും ശേഷിയുമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റ് സർവ്വവിധ കഴിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മണിയുടെ ഈ മരണത്തെപ്പറ്റി അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. അല്ലാതെ ആരെ ഹരാസ് ചെയ്യുക എന്നുള്ളതോ എന്തെങ്കിലും രീതിയിൽ മുൻവിധിയിൽ പോകുക എന്നുള്ളതല്ല. വളരെ ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണം നടത്തി കഴിഞ്ഞാൽ കൃത്യമായ വിവരങ്ങൾ കണ്ടെത്താൻ കഴിയും. അതിന് പറ്റിയ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുണ്ട്. യാതൊരു മുൻവിധിയും തന്നെ അന്വേഷിക്കാൻ കഴിയുന്ന ആളുകളുടെ നമ്മുടെ ആഭ്യന്തര വകുപ്പിലുണ്ട്. അവർ വെച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണും. വീട്ടുകാരുടെ മുമ്പിൽ വന്നിരിക്കുന്ന പല ചോദ്യങ്ങൾക്കുള്ള മറുപടി അതിലൂടെ കണ്ടെത്താൻ കഴിയണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും വളരെ നന്ദി ശ്രീ വി.എസ്. സുനിൽകുമാർ MLA ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചതിനൊപ്പം ശ്രീ RLV രാമകൃഷ്ണൻ, ശ്രീ സുഭാഷ് ബാബു, ഒപ്പം ടെലിഫോണിൽ സംസാരിച്ച ശ്രീ വിനയൻ, ശ്രീ സാബുമോൻ, ശ്രീ ലിൻസൺ.